പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ജോയ്സ് ടി വിയിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങൾ ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ കർത്താവ് നടത്തിയ വിധങ്ങളുമൊക്കെ നിങ്ങളോട് അറിയിക്കുമ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിലും അനുഗ്രഹമായി തീരുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ, എന്തൊക്കെയുണ്ട്? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോട് ഒപ്പമായിരിക്കുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അങ്ങോട്ട് സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അങ്ങോട്ട് ദാസിയെ ഏൽപ്പിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനുള്ള കൃപ കൊടുത്താട്ട് കർത്താവേ. ഹല്ലേലൂയ. കേൾവിക്കാരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാന്, ഈ സാക്ഷ്യത്തിലൂടെ അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാനൊക്കെ കർത്താവ് സഹായിച്ചാട്ട് സമ്പൂർണ്ണമായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഓക്കെ സിസ്റ്ററെ, ഇനിയുള്ള സമയം ഞാൻ സിസ്റ്ററിന് നൽകി തരികയാണ്. സിസ്റ്ററിന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സിസ്റ്ററെ. ദൈവത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ദൈവമക്കളുടെ മുമ്പിൽ ഇത് കേൾക്കുന്ന എല്ലാവരുടെ മുമ്പിൽ എന്റെ ഒരു സാക്ഷ്യം നിങ്ങൾ പറയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാണ്, സ്തുതിക്കുകയാണ്. നീ പകൽക്കാലം നിങ്ങളോടൊപ്പം ഒരുമിച്ച് ദൈവം എന്നോട് കാണിച്ച അത്ഭുത പ്രവൃത്തികളും ദൈവം എന്നോട് കരുണ കാണിച്ചതിനെ കുറിച്ചും ദൈവം അത്ഭുതത്തിന്റെ വിടുതൽ എന്നിൽ കൂടെ നടന്ന ഒരു സാക്ഷ്യം നിങ്ങളോട് അനുഭവം ഷെയർ ചെയ്യാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഇത് ഞാൻ പറയുമ്പോഴും കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും ഒക്കെയും ദൈവകൃപ, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്ന് അനുഭവിച്ചറിയുവാനും ഇത് കേൾക്കുന്ന ഓരോരുടെ ജീവിതത്തിലും വിടുതലുകൾ സംഭവിപ്പാനും തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. എൻ്റെ പേര് ലിൻസി സി ജോൺ എന്നാണ്. എൻ്റെ സ്ഥലം മണ്ണന്തല എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. ഞങ്ങള് ഒരു മർത്തോമ കുടുംബ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞ ഈ ഭാഗത്തേക്ക് കടന്നു വന്നത്. ഞാന് 3 മക്കളിലെ ഞാൻ രണ്ടാമത്തെ ആളാണ്. എൻ്റെ പപ്പായും എൻ്റെ ചാച്ചയും എൻ്റെ അമ്മയും ഞങ്ങളെ 3 മക്കളും, അങ്ങനെ ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. പപ്പായുടെ സ്ഥലം എന്ന് പറയുന്നത് തിരുവല്ലയിലെ എടത്തുവ തലവടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ അമ്മയുടെ സ്ഥലം കോട്ടയത്താണ്. കോട്ടയം ചിങ്ങവനത്താണ് എൻ്റെ അമ്മ താമസിക്കുന്നത്. അവർ ചാച്ചൻ്റെ ഉപജീവന മാർഗത്തോടനുബന്ധിച്ചാണ് അവർ തിരുവനന്തപുരത്തേക്ക് വന്നത്. ജോലി സംബന്ധമായ കാര്യം, കല്യാണം കഴിഞ്ഞ് അമ്മയായിട്ട് ഇവിടെ താമസമായി ഒരു വാടക ഭവനത്തിൽ താമസിച്ചു. വാടക ഭവനത്തിൽ താമസിക്കുമ്പോൾ അങ്ങനെയാണ് തിരുവനന്തപുരത്ത് അവർ വരുന്നത് ചാച്ചൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട്. വല്യപ്പച്ചനൊരു മർത്തോമയിലെ ഉപദേശിയായിരുന്നു. അപ്പം വന്ന് താമസിക്കുന്ന ഒരു വാടക ഭവനം എന്ന് പറയുന്നത് ഒരു ബെന്തക്കോസ് ആരാധന നടക്കുന്ന തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ് വാടകയ്ക്ക് ഇവർ താമസിക്കാൻ വന്നത്. അപ്പം അമ്മയ്ക്ക് അന്ന് 23 വയസ്സേ ഉള്ളൂ. അമ്മ പറയുന്നതായിട്ടുള്ള അനുഭവങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നമുക്കുള്ളത്. അപ്പം ഈ നമ്മൾ ആദ്യമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തൊട്ടടുത്തൊരു ആരാധനാലയം ഉള്ളത് കൊണ്ട് അപ്പച്ചൻ വന്ന് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. ഒരു ബന്ധക്കോസുകാരുണ്ടല്ലോ, ഒരു ആത്മീയ കൂട്ടായ്മ ഉണ്ടല്ലോ. അപ്പൊ ഒറ്റയ്ക്ക് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആരുമായിട്ടൊരു ബന്ധമില്ലെങ്കിലും ഒരു ആത്മീയ കൂട്ടായ്മ ഉണ്ടല്ലോ എന്ന് ഓർത്ത് അവരെയുമായിട്ട് ഒരു ബന്ധം നിലനിർത്തിയിട്ടാണ് തിരിച്ച് ഭവനത്തിലേക്ക് തലവടിയിലേക്ക് പോയത്. അന്നു മുതൽ അവിടെ എൻ്റെ അമ്മയും ചാച്ച ജോലിക്ക് പോയി കഴിയുമ്പം ആ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ആരാധനയ്ക്ക് സംബന്ധിക്കുകയൊക്കെ ചെയ്യുന്നാലും ആഭരണമൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അന്ന് ഞങ്ങളൊന്നും ജനിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ചേച്ചിയുടെ ജനനം കോട്ടയത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജനിച്ചു തിരുവനന്തപുരത്ത് തന്നെ. എൻ്റെ സഹോദരനോടുള്ള പ്രസവ സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ അവിടെ ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ ശക്തമായി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി. അന്ന് കുഞ്ഞ് നഷ്ടപ്പെടുമെന്ന് ഓർത്ത് അന്നത്തെ അവരുടെ ആ ആരാധനയും മർത്തോമയുടേതായ ഒരു ആരാധനയല്ല ബെന്തക്കോസിന്റെ ആരാധന. അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് ഒരു വിടുതലെടുത്തതിന് ശേഷമേ എഴുന്നേക്കാറ് പോലും ഉള്ളൂ. അങ്ങനെ അതിലൊരു വിശ്വാസം എൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ ആഭരണമൊന്നും ഊരത്തില്ലായിരുന്നു. കാരണം അവർ അങ്ങനത്തെ ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർന്ന് അവരെ വിവാഹം ചെയ്ത് വിട്ടത് കൊണ്ട് അങ്ങനെയൊന്നും മാറത്തില്ലായിരുന്നു. പക്ഷേ സ്വർഗത്തിലെ തമ്പുരാൻ എന്ത് ചെയ്തു, ഒരു രോഗം പ്രയാസമൊക്കെ വന്ന ഒരു തലമുറയുടേതായ ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കും മാറ്റേണ്ടതിനെയൊക്കെ മാറ്റി അവരൊക്കെ അമ്മയും ചാച്ചനും ബെന്തക്കോസ്തിൻ്റെതായ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ആ വിശ്വാസത്തിൽ കടന്നു വന്നത് അതിനുശേഷം ഞങ്ങളൊക്കെ ജനിച്ച് ഞങ്ങളെ മർത്തോമയിലൊക്കെയാണ് ബാപ്റ്റിസം ഒക്കെ ചെയ്തത്. പക്ഷേ ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് ബന്ധുമിത്രാദികൾ ആരുമില്ല. ഞങ്ങളുടെ ബന്ധുക്കളും മിത്രാദികളും എന്ന് പറയുന്നത് ഇവിടെയുള്ള ഞങ്ങളുടെ കൂട്ടുസ്നേഹിതരെന്ന് വെച്ചാൽ വിശ്വാസികൾ മാത്രമാണ്, ദേവദാസന്മാരും ഒക്കെയാണ്. അപ്പം ഇവര് ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് വളരെയധികം തിക്താനുഭവങ്ങളൊക്കെ ഉണ്ട്. അന്നതൊക്കെ ബന്ധക്കോസ്റ്റിലോട്ട് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അപ്പം രണ്ട് കുടുംബത്തിലും സഭയിൽ അവരുടേതായ ചർച്ചകളിലൊക്കെ ഉണ്ടായ വിഷയങ്ങളും എന്ന് വെച്ചാൽ അവര് മർത്തോമയുടെയും CSIയുടെയും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നെങ്കിൽ അവർ അവരുടേതായ ആ ആത്മീയ കൂട്ടായ്മയിലെല്ലാം മുൻപന്തി നിൽക്കുന്നവരായിരുന്നു. അപ്പൊ പെന്തക്കോസ്തേ അനുഭവത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അവരെ ഒത്തിരി അവരെ വീട്ടുകാരെയും പല കാര്യങ്ങൾക്കും സഭയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന അവസ്ഥകളിലേക്ക് വന്നപ്പോഴേക്കും അവരെല്ലാം ചാച്ചനും അമ്മയ്ക്കും എതിരായിട്ട് തിരിഞ്ഞു നിന്നു. കാരണം ഒരിക്കലും പോകരുതെന്ന് പറയുന്നു, ഈ ആഫ്രണം ഉപേക്ഷിക്കുന്നു. പക്ഷെ അവര് ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവരാ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മധ്യേ കുറെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവര് ഒരിക്കലും പോകത്തില്ല, ഞങ്ങളെ വിളിച്ചത് വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് ഈ ആരാധനയ്ക്ക് തന്നെ മുൻപോട്ട് നിന്ന് എൻ്റെ പിതാവും മാതാവും തിരുവനന്തപുരത്ത് തന്നെ താബോർ ചർച്ചിൽ സ്നാനപ്പെട്ടു. അവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാണ് IPCയുടെ. അവിടെ നമ്മുടെ TC ജോഷു അപ്പച്ചനായിരുന്നു അന്നത്തെ പാസ്റ്റർ. അവരുടെ ഇടയിൽ സ്നാനപ്പെട്ടു. പിന്നെ അവർ ദൈവത്തെ അറിഞ്ഞു. ഞങ്ങളെ അതേ അവസ്ഥയിലാണ് വളർത്തിക്കൊണ്ട് വന്നത്. എന്നാൽ കുറെ നാളുകൾ ഞങ്ങളെ ആ ക്രിസ്തീയ പാരമ്പര്യത്തിൽ തന്നെയാണ് വളർത്തിക്കൊണ്ട് വന്നത്. വളരെതായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായി. കാരണം തിരുവനന്തപുരത്ത് ജോലിയോടനുബന്ധിച്ചാണ് ചാച്ച കടന്നു വന്നത്. പക്ഷെ പെട്ടെന്ന് ചാച്ചന് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് തിരിച്ചു നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. തിരിച്ചു നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതേ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനമാക്കി ജീവിക്കേണ്ടതായിട്ടുള്ള അവർക്ക് വരും. കാരണം അതിനകത്തോട്ടാണ് പിന്നെയും പോകുന്നത്. അപ്പം പക്ഷെ അമ്മയും ഭയങ്കരമായിട്ട് ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു മാതാവായിരുന്നു. അമ്മ പറഞ്ഞു, ഒരിക്കലും നമ്മൾ തിരിച്ചു പോകണ്ട, നമുക്ക് ഇവിടുന്ന് തന്നെ ഇവിടെ തന്നെ നമുക്ക് നിലനിർത്തി നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തി മുന്നോട്ട് പോകണം. പക്ഷെ നമ്മുടെ ചാച്ചന്റെ അമ്മയുടെ മുമ്പിൽ ഒന്നുമില്ല. അന്നൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞങ്ങൾ കണ്ടുള്ള അറിവുകളാണ്. പക്ഷെ അവർ പ്രാർത്ഥിച്ചാണ് പല കാര്യങ്ങളും നേടിയിട്ടുള്ളത്. അത് ഞങ്ങളുടെ കണ്ണിനും ഞങ്ങൾ വിശ്വസിക്കുന്നതിനും എന്ത് കാര്യത്തിനും ഉറപ്പായിരുന്നു അതൊക്കെ. കാരണം അമ്മയും ചാച്ചനും നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം നമ്മുടെ ദാരിദ്ര്യത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും മധ്യയും ദൈവം പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞങ്ങളെ വിശ്വാസത്തിൽ അമ്മ കാണിച്ചു തരുമായിരുന്നു. അത് കണ്ടാണ് ഞങ്ങളും വളർന്നു വന്നത്. അപ്പം ഞങ്ങൾക്ക് ആ ഒരു എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മയോട് ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ദൈവം നടത്തും എന്ന് എന്ന് വെച്ചാൽ ഒരു കാര്യം കിട്ടുന്നതിന് പോലും പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നതാണ് ഞങ്ങളുടെ മാതാവും പിതാവും. അതുകൊണ്ട് ഞങ്ങൾ ആ ചുറ്റുപാടിൽ വളർന്നുകൊണ്ടൊരു വിശ്വാസം ഞങ്ങളിൽ ഉണ്ടായിരുന്നു, ദൈവത്തെ അറിഞ്ഞതിന്റെ വിശ്വാസം. എന്നാലും പൂർണ്ണമായിട്ടും നമ്മുടെ യൗവനകാലത്തും നമ്മൾ കോളേജ് വിദ്യാഭ്യാസ കാലത്തും ഒക്കെ നമ്മുടേതായ രീതികളിലൊക്കെ ഞങ്ങൾ 3 പേരും നടന്നിട്ടുണ്ട്. പക്ഷെ സ്വർഗത്തിലെ തമ്പുരാന് ഞങ്ങളെ ഈ ദേശത്ത് ഞങ്ങളെ നട്ടതാണ്. തിരുവനന്തപുരത്ത് ഒരിക്കലും ഞങ്ങൾ വരുമെന്നോ ഈ ദേശത്ത് ഞങ്ങളെ ഉറപ്പിക്കുമെന്നോ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ പിതാവും മാതാവും ഒത്തിരി കരയുന്നവരായിരുന്നു ദൈവസന്നിധിയിൽ. വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി അവർ നിന്നു. അത് കാരണം ദൈവം ഇന്ന് ഞങ്ങളെ ഇവിടെ തന്നെ ദൈവം നിലനിർത്തി. പക്ഷേ ആ സമയത്ത് ഞങ്ങളെ വളർത്തുന്നതിനും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ കാലങ്ങളിലൊക്കെ അവർ ഒത്തിരി ബുദ്ധിമുട്ടി. കാരണം ഒരു ഉപജീവന മാർഗം നഷ്ടപ്പെട്ട ഒരു പിതാവ്, കുഞ്ഞുങ്ങൾ 3 പേര്, അമ്മ, ഞങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. പക്ഷെ അവിടെ നിന്നൊക്കെയും ഒരു കാര്യം മാത്രം എൻ്റെ അപ്പ എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു, വിശ്വാസത്തിൽ നമ്മൾ പതറിപ്പോകരുത്. വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന്. അത് ശരിക്കും ഞങ്ങൾ അനുഭവിച്ചും ഓരോ ദിവസം ഈ നിമിഷങ്ങൾ വരെ നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു, എൻ്റെ സഹോദരന്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ വിവാഹം 3 പേരും. സഹോദരൻ ഇപ്പൊ കുവൈറ്റിലാണ്, അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ചേച്ചിയും കുടുംബമായിട്ട് തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞ് എൻ്റെ 31ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ വലിയ ദൈവത്തിന്റെ പ്രവൃത്തികള്, ദൈവം എത്ര വലിയവനാണെന്ന് അനുഭവിച്ചും രുചിച്ചും ഞാൻ അറിഞ്ഞത് എൻ്റെ വിവാഹത്തിന് ശേഷമാണ്. കാരണം കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഗർഭിണിയായി. ഗർഭിണിയായി 4 മാസം ഒക്കെ ആയപ്പോഴേക്കും ബ്ലീഡിങ് ആയി. ബ്ലീഡിങ് എന്ന് പറയുന്നത് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗർഭപാത്രത്തിന് കട്ടി കുറവാണ്. അപ്പം കുഞ്ഞുങ്ങൾ ഉണ്ടായാലും 3 മാസം അല്ലെങ്കിൽ 4 മാസം അത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലായിട്ട് ഗർഭാശയം തുറന്നിട്ട് കുഞ്ഞുങ്ങൾ പുറത്തു പോകും. അതിനുള്ള ബലം എൻ്റെ ശരീരത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നത്. ദൈവം ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടോ. അങ്ങനെ ഞാൻ ആദ്യത്തെ കുഞ്ഞിൻ്റെ ഒരു 4.5 മാസം ഇപ്പം പ്രസവിച്ചാണ് അത് പോയത്. പ്രസവിച്ച് SIറ്റിലാണ് കൊണ്ടുവന്നത്. ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയി ഞാൻ കുളിച്ചിട്ട് കയറി വന്നപ്പോഴേക്കും ഫുൾ ബ്ലീഡിങ് ആയി. അതിശക്തമായ വയറുവേദന. ഞാൻ അറിയുന്നില്ല ഇത് കുഞ്ഞ് എൻ്റെ നഷ്ടപ്പെട്ടു പോവുകയാണെന്ന്. പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ഡോക്ടേഴ്സ് അപ്പം തന്നെ നോക്കി, അവർ അതിന്റെ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ അപ്പോഴേക്കും കുഞ്ഞ് പ്രസവിച്ചാണ് പുറത്തോട്ട് പോയത്. അപ്പോൾ എനിക്ക് വളരെ ദുഃഖമായിരുന്നു. കാരണം അപ്പുറത്തും ഇപ്പുറത്ത് SIറ്റിക്കകത്ത് അപ്പുറത്ത് പ്രസവിച്ച കുഞ്ഞുങ്ങൾ, ഇപ്പുറത്ത് പ്രസവിച്ച കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് മാതാവുമായിട്ട്. ഞാൻ നടുക്ക് കുഞ്ഞില്ലാതെ കിടക്കുന്ന ഒരവസ്ഥ. ഞാൻ വളരെയധികം വിഷമിച്ചു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അതിന്റെ പ്രസവത്തിൻ്റെതായ എല്ലാ ചികിത്സകളും എൻ്റെ ജീവിതത്തിൽ ചെയ്തു. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അനുഭവിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമതും
പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയി. അതേപോലെ തന്നെ ഈ കുഞ്ഞും എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. 2 കുഞ്ഞുങ്ങൾ സെയിം കാരണങ്ങളായിട്ട് നഷ്ടപ്പെട്ടു. ഡോക്ടറിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ലിൻസി, ഗർഭപാത്രത്തിന് കട്ടിയില്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകും തോറും അത് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും, കിട്ടാൻ ഭയങ്കര ചാൻസസ് കുറവാണ് എന്നൊക്കെ പറഞ്ഞു. എന്താണേലും 2 കുഞ്ഞുങ്ങൾ എൻ്റെ ശരീരത്തിൽ വന്നതുകൊണ്ട് എനിക്കറിയാം ഒരു ഗർഭം എൻ്റെ ശരീരത്തിൽ ഉണ്ടാകും, പക്ഷെ ആ ഗർഭം പൂർണ്ണതയോടെ എൻ്റെ ശരീരത്തിൽ നിൽക്കാതെ പകുതിക്ക് പോകുന്നൊരവസ്ഥ. വളരെയധികം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടു. ദൈവമേ എന്താവും എന്നോർത്ത് 3ാമതും ഞാൻ ഗർഭിണിയായി. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് വെട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ബ്യൂട്ടീഷ്യനാണ്. ഞാൻ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ ഭവനത്തിൽ ഒരു 6 മണിയായപ്പം വന്ന് ഞാൻ വന്ന് വീട്ടിലോട്ട് ഇരുന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ശരീരത്തിൽ നിന്ന് അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടായി. എനിക്ക് മനസ്സിലായി. കാരണം 2 പ്രാവശ്യം എനിക്ക് പോയത് കൊണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഉൾഭയം ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പോൾ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ മാഡത്തിനെ വിളിച്ചു. പുള്ളിക്കാരി അപ്പോൾ തന്നെ പെട്ടെന്ന് കാറുമായിട്ട് വന്നു. തിരുവനന്തപുരം പേരുകേട്ട ഒരു ഹോസ്പിറ്റലുണ്ട്, SCT ഹോസ്പിറ്റൽ പട്ടത്ത്. വണ്ടിയിൽ എന്നെ കൊണ്ടുപോവുകയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് നല്ലപോലെ ബ്ലീഡിങ് ആയിരുന്നു. എനിക്കറിയാം ഈ കുഞ്ഞും നഷ്ടപ്പെടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എൻ്റെ ശരീരത്തിൽ പോകുന്ന ബ്ലഡിന്റെ അളവ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എൻ്റെ ഞാൻ വെച്ചിരിക്കുന്ന പാഡിൽ പോലും നിൽക്കാത്ത അവസ്ഥയിലേക്ക് ബ്ലീഡിങ് ആയി. കൊണ്ടുവന്ന് അപ്പോൾ തന്നെ സെപ്റ്റിക് ലേബർ റൂമിലോട്ട് എന്നെ മാറ്റി. രാത്രി അപ്പോൾ തന്നെ അവിടുന്ന് നഴ്സുമാർ ഉടനെ എന്നെ നോക്കുന്ന ഡോക്ടറെ വിളിച്ചു പറഞ്ഞു. ഡോക്ടർ ഉടനെ അവർ ഇഞ്ചക്ഷൻ പറഞ്ഞു, എനിക്ക് ഇഞ്ചക്ഷൻ തന്നു. എന്ന് വെച്ചാൽ അപ്പോഴുള്ള ബ്ലീഡിങ് നിൽക്കാനുള്ള ഇഞ്ചക്ഷൻ തന്നു. രാത്രി 10 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ വന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ രാത്രി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബ്ലീഡിങ് നിർത്താനുള്ള മരുന്ന് മാത്രമേ അവർ തന്നുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലിൻസി, ഇതും പോകും, വിഷമിക്കണ്ട. ഇനി എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഗർഭപാത്രത്തിന്റെ അവസ്ഥ ഇതാണ്, യൂട്രസിന് കട്ടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാലും രാത്രി ഇന്ന് വിശ്രമിക്കുക, നാളെ രാവിലെ നമുക്ക് വന്ന് അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോയി DNC ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ തലയാട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 2 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. 3ാമത്തെ കുഞ്ഞ് നാളെ രാവിലെ പോകും. എനിക്കറിയാം എൻ്റെ വയലിലൊരു കുഞ്ഞുണ്ട്, അത് പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രാത്രി ഞാൻ കിടക്കുമ്പോൾ അപ്പുറം ഇപ്പുറത്തെല്ലാം നാളത്തെ ഡെലിവറിക്കുള്ള പേഷ്യൻസ് ഒക്കെ കിടപ്പുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ആ മുറിയിൽ ഞാൻ മേളിലോട്ട് നോക്കി ദൈവത്തോട് ഞാൻ കിടന്ന് കരയാൻ തുടങ്ങി. ദൈവത്തോട് ഞാൻ ഒന്ന് മാത്രം ചോദിച്ചു, കർത്താവേ, നീ തന്ന ദാനങ്ങളാണ് കുഞ്ഞുങ്ങൾ. ദൈവം എൻ്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ തന്നു. 2 കുഞ്ഞുങ്ങൾ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. 3ാമത്തെ കുഞ്ഞ് നാളെയും പോകും. എനിക്ക് ദൈവം തന്നതാണെങ്കിൽ എനിക്ക് ദൈവം ആരോഗ്യത്തോടെ തരണം. അല്ലെങ്കിൽ ഇനി ഞാൻ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇനിയും ട്രീറ്റ്മെന്റ് ചെയ്യാൻ എനിക്ക് പാടാണ്. കാരണം എൻ്റെ ഗർഭപാത്രത്തിന് കട്ടിയില്ലെന്ന് ഡോക്ടർ ആദ്യമേ വിധി എഴുതിയതാണ്. എന്ത് വന്നാലും ഇനി വന്നാലും ഇത് തന്നെയാണ്. എന്താണെങ്കിലും വന്ന് രാത്രി മൊത്തവും ഞാൻ ദൈവത്തോട് സംസാരിച്ചു. രാവിലെ ആയപ്പോൾ സിസ്റ്റേഴ്സ്മാർ വന്നു. അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകാനുള്ള ഡ്രസ്സുകളെല്ലാം എൻ്റെ ദേഹത്ത് ഇട്ട് എന്നെ വീൽ ചെയറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഡോക്ടറും വന്നു. ഫയലുമായിട്ട് പോവുകയാണ്. അപ്പം പോകുന്ന വഴിക്കാണ് നമ്മുടെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന്റെ റൂം. അപ്പൊ എന്നോട് മാഡം പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടെ ലിൻസി നമുക്കൊന്ന് ഒരു സ്കാനും കൂടെ ചെയ്ത് നോക്കാം, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് എന്നെ റൂമിലോട്ട് കയറ്റി. അപ്പം മാഡം എന്നെ കിടത്തിയിട്ട് ഓപ്പോസിറ്റ് ഇരുന്നിട്ട് അൾട്രാസൗണ്ട് ചെയ്യുകയാണ്. അപ്പൊ എനിക്ക് മാഡത്തിന്റെ ഞാൻ കിടക്കുന്നെങ്കിലും മാഡത്തിന്റെ മുഖത്തോട്ടാണ് ഞാൻ നോക്കുന്നത്. മാഡം നെറ്റി ചുളിച്ചാണ് ചെയ്യുന്നത്. ആ മോണിറ്ററിലോട്ട് മാഡം ഇങ്ങനെ നോക്കുമ്പോഴെല്ലാം നോക്കി അപ്പൊ എനിക്ക് മനസ്സിലായി ഇല്ല എന്നുള്ളത്. എനിക്ക് മനസ്സിലായി. ഞാൻ കിടക്കുന്നെങ്കിൽ എൻ്റെ കണ്ണിൽ കൂടെ ഒഴുകുകയാണ്. അപ്പൊ മാഡം എഴുന്നേറ്റ് പറഞ്ഞ, ലിൻസി പോട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് നോക്കാം, അപ്പം നമുക്ക് ആദ്യമേ അതിൻ്റെതായ രീതികളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേക്കാൻ വേണ്ടി ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് എനിക്ക് മുമ്പായിട്ട് ഒരു പേഷ്യന്റിനെ നോക്കിയ ഒരു ഫയല് അവിടെ മറന്നു വെച്ച് അതിന്റെ സീനിയർ ആയിട്ടുള്ള ഗൈനക്ക് ഡോക്ടർ അവിടെ കയറി വന്നു. ആ മാഡം കയറി വന്നപ്പം അവർ മെഡിസിൻ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം പറഞ്ഞു, ഇന്നലെ രാത്രി വന്നതാണ്, സെപ്റ്റിക് ലേബർ റൂമിലോട്ട് കൊണ്ടുവന്നാണ്, ഹൈ ബ്ലീഡിംഗ് ആണ്, ഇപ്പൊ DNC ചെയ്യാൻ പോകുന്നത്, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ നോക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പം എൻ്റെ മാഡം മാറിയിട്ട് ഈ സീനിയർ ഡോക്ടർ വന്ന് നോക്കിയപ്പം ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ, ബ്ലീഡിങ്ങിനകത്ത് ഹാർട്ട് ബീറ്റ്സ് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഹാർട്ട് ബീറ്റ്സ് കാണുന്ന ഏത് ഇഞ്ചക്ഷനാണ് കൊടുത്തത്? അപ്പൊ ഇന്ന ഇഞ്ചക്ഷനാണ് എന്നൊക്കെ പറഞ്ഞു. ആ ഇഞ്ചക്ഷൻ അങ്ങ് നമുക്ക് നിർത്താം, അടുത്തൊരു ഇഞ്ചക്ഷൻ നമുക്ക് കൊടുത്തിട്ട് ഒരാഴ്ച ഇവിടെ നമുക്ക് കിടത്തിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങ് മാറ്റാം എന്ന് പറഞ്ഞു. 7 ദിവസം അവരവിടെ കിടത്തി എന്നെ പൂർണ്ണമായിട്ടും നോക്കി. ബ്ലീഡിങ് ഫുള്ളായിട്ട് നിൽക്കുമോ നോക്കി. ബ്ലീഡിങ് ആ സമയത്ത് ഒരു ഇഞ്ചക്ഷനൊക്കെ നിന്നു. ഹാർട്ട് ബീറ്റ്സ് ഉണ്ടോ എന്ന് നോക്കിയപ്പം ആ ബ്ലീഡിങ്ങിനകത്ത് ഹാർട്ട് ബീറ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് ഒന്നും കൂടെ ഒരു 2 ആഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്താണേലും ഫുൾ ഒരു സ്റ്റിച്ച് ഇട്ടു. ഈ 9 മാസക്കാലം ഞാൻ ബെഡിൽ കിടക്കുമായിരുന്നു. ഒരു എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ
കാരണം ആഹാരം കഴിക്കാൻ മാത്രം എഴുന്നേൽക്കണം, ബാത്റൂമിൽ പോവാനും കുളിക്കുന്നതെല്ലാം ഭയങ്കര റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടാണ് അവരെന്നെ വിട്ടത്. കാരണം അനങ്ങിയ ബ്ലീഡിങ് ഉണ്ടാവും. ഈ 9 മാസം എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു ശരിക്കും. ഞാൻ കിടക്കുന്നെങ്കിലും ഒന്ന് ചുമയ്ക്കുമ്പോഴോ ഒന്ന് ഉറക്കെ സംസാരിക്കുമ്പോഴോ എല്ലാം ബ്ലീഡാണ്. അപ്പൊ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ വിചാരിക്കുന്നുണ്ട്, ദൈവമേ, വയറിൽ കുഞ്ഞുണ്ടെങ്കിലും ഈ ബ്ലീഡിങ് എന്താ ഇങ്ങനെ വരുന്നത്? സാധാരണ ഇങ്ങനെ ഗർഭിണികൾക്കൊന്നും അങ്ങനെ പീരിയഡ്സ് കഴിയുമ്പോഴാണ് നമുക്ക് ഗർഭാവസ്ഥയിലായിട്ട് നമ്മൾ പോകുന്നത്. പക്ഷെ എനിക്ക് ഈ 9 മാസവും ബ്ലീഡിങ് ഉള്ളപ്പം എന്റെ മനസ്സിലൊരു പേടി, എന്താണ് ഇങ്ങനെ വരുന്നത്, കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം എന്നിലുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം തരുന്നെങ്കിൽ ആരോഗ്യത്തോടെ പൂർണ്ണ ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരാവുള്ളൂ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞാണെങ്കിൽ അത് എനിക്ക് അതിലും ഭാരമായിരിക്കുമല്ലോ. പക്ഷെ എല്ലാ സ്കാനിങ്ങുകളിലും ഒന്നും കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് തന്നെയാണ് അത് വന്നുകൊണ്ടിരുന്നത്. ഒരു 7-ാം മാസമൊക്കെ ആയപ്പം ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ എന്റെ ശരീരത്ത് എനിക്ക് മോഷൻ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ എനിക്ക് ഡോക്ടർ പറഞ്ഞു അധികം പ്രഷർ കൊടുത്ത് ബാത്റൂമിൽ പോകരുത്, കാരണം എന്റെ ഗർഭപാത്രത്തിൽ സ്റ്റിച്ച് ഇട്ടിരിക്കുവാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒത്തിരി പ്രഷർ കൊടുക്കാനും പറ്റുന്നില്ല. അപ്പൊ ഡോക്ടർ എനിക്ക് എന്ത് ചെയ്തു, മോഷൻ ലൂസ് ആവാനുള്ള മരുന്നൊക്കെ എനിക്ക് തന്നു. ഇതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു അത് ഗർഭാവസ്ഥയിൽ ചിലവർക്കൊക്കെ അവസാന സമയങ്ങളിലൊക്കെ ഇങ്ങനെ വരും, പൈൽസിന്റെ പോലെയൊക്കെ ബുദ്ധിമുട്ട് വരും, എനിക്കതൊക്കെ ഉണ്ടായിരുന്നൊക്കെ അമ്മ പറഞ്ഞ് എന്നെ ഒന്ന് ബലപ്പെടുത്തുവാണ്. അപ്പോഴേക്കും ഞാൻ ചിലപ്പോൾ അതൊക്കെ വിശ്വസിച്ച് ശരിക്കായിരിക്കും എന്നൊക്കെ ഓർത്തു. എന്തായാലും കുഞ്ഞു വരികയല്ലേ എന്നോർത്തു. എന്നാലും 2016 ഓഗസ്റ്റ് മാസം 18-ാം തീയതി ദൈവം എനിക്കൊരു പെൺകുഞ്ഞിനെ ദാനമായിട്ട് തന്നു. കുഞ്ഞിനെ കൊണ്ടുവന്നു. അപ്പം എനിക്ക് ഈ അനസ്തീഷ്യ തന്നതുകൊണ്ട് ഷിവറിങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നെ കുഞ്ഞിനെ അവരാദ്യം കാണിച്ചില്ല. പ്രസവിച്ച് പെൺകൊച്ചാണെന്ന് ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് മാറ്റുമായിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴേക്കും എന്റെ കുഞ്ഞിനെ എന്റെ സഹോദരിയാണ് എടുത്തുകൊണ്ട് വരുന്നത്, എന്നെ കാണിക്കുമ്പം ഞാൻ ആദ്യം എന്റെ ചേച്ചിയോട്, കുഞ്ഞിനെ നോക്കാതെ എന്റെ ചേച്ചിയോട് ആദ്യം ചോദിച്ചു, കുഞ്ഞിന് ആരോഗ്യമുണ്ടോ, കൈയും കാലും ഒക്കെ ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. എന്റെ ചേച്ചി പറഞ്ഞു, ഉണ്ടടി, ഒരു കുഴപ്പവും ഇല്ലടി, ഒരു കുഴപ്പമില്ല, ദൈവം തന്നേന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം ഒരു കുഞ്ഞിനെ ദൈവം ആ ഗർഭാവസ്ഥയിൽ ബ്ലീഡിങ്ങോട് കൂടെ ദൈവം എനിക്ക് തന്നു. അത് കഴിഞ്ഞ് ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഭവനത്തിലേക്ക് വന്നെങ്കിലും എനിക്ക് ഈ മോഷൻ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാന്ന് എനിക്കറിയത്തില്ല. 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക്. അപ്പം ഈ പ്രസവ ശുശ്രൂഷകളൊന്നും എന്റെ ശരീരത്തിലോട്ട് അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിഭയങ്കരമായ വേദന, രാത്രികൾ തുടർച്ചയായിട്ടുണ്ടാകുന്ന പനി. അപ്പം രാവിലെ ആകുമ്പോൾ പനിയില്ല, രാത്രി മാത്രം പനി, വിട്ടുള്ള പനി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്ഷീണിക്കാൻ തുടങ്ങി. കുഞ്ഞിനെ ഒന്നും ഫീഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചിട്ട് കുഞ്ഞ് വന്ന് അതിൻ്റെതായ അതൊക്കെ കൊണ്ടായിരിക്കും ഈ പ്രസവം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണങ്ങളൊക്കെ ആയിരിക്കും എന്ന് ഓർത്തു. പക്ഷെ അതല്ലായിരുന്നു, ഞാനത് അറിഞ്ഞില്ല. കാരണം എന്റെ വയറ്റിനകത്ത് 7-ാം മാസം മുതലാണ്, അതിനു മുമ്പ് ആണെന്ന് തോന്നുന്നു, ഈ കുഞ്ഞ് വളരുന്നതിനൊപ്പം ക്യാൻസർ സെൽസും വളർന്നു വരുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പം ഈ കുഞ്ഞിന് അതാണ് എനിക്ക് മോഷൻ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നത്. പക്ഷെ ഞാൻ ഞാൻ അതൊക്കെ ആലോചിക്കും, ഡോക്ടർ എവിടെയെങ്കിലും വെച്ചതൊന്ന് കണ്ടിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ ഒരിക്കലും എന്റെ വയറ്റിൽ അവർ ചുമക്കാൻ സമ്മതിക്കില്ല, വീട്ടുകാരും സമ്മതിക്കില്ല. എന്റെ ജീവനെ അവർ നോക്കുകയുള്ളൂ, കുഞ്ഞിനെ അവർ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ദൈവത്തിന് ഒരു ഉറപ്പുണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവത്തെ എല്ലാം മുന്നമേ കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ മുന്നേ ഉള്ളത്. ആ ദൈവം അതെല്ലാം അതിന്റെ സമയത്ത് തന്നെയാണ് ചെയ്തു തന്നത്. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പം എനിക്ക് മാനസികമായിട്ട് ഞാൻ അങ്ങ് വിഷമിച്ചു. എന്താണ് അസുഖം എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്താണ്, ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ ജൂബിലിയിൽ കൊണ്ട് ഡോക്ടറെ കാണിച്ചു. പുള്ളിക്കാരൻ സർജൻ പറഞ്ഞു അത് പൈൽസിൻ്റെതാണ്, ഇന്റർണൽ പൈൽസ് ആണ്, അത് നമുക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ മൂലം അത് മാറ്റാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാൻ വെച്ചാൽ ഓപ്പറേഷൻ കഴിയുമ്പോഴേക്കും അത് ഓക്കെ ആവുമല്ലോ, ഇപ്പൊ പലർക്കും അതൊക്കെ ഉള്ളതാണല്ലോ എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ എമർജൻസി ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു. പക്ഷെ അവർ ബയോപ്സിക്ക് ഒന്നും അയച്ചില്ല. എങ്കിൽ ചിലപ്പം എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു തുടക്കത്തില്. പക്ഷെ അവര് പറഞ്ഞു ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് മോഷൻ പോകാതെ വന്നു. ഈ 2 ദിവസം കുടുംബം വന്ന് എനിമ തന്നാലേ എന്റെ വയറ്റിൽ നിന്ന് ബാത്റൂമിൽ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് സാധാരണ നോർമൽ വേയിൽ നല്ല രീതിയിൽ പോകുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നുണ്ട് വീട്ടിൽ, എന്റെ അകത്ത് എന്തോ സംഭവം ഇരിപ്പുണ്ട്, തടഞ്ഞു നിൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇടിയപ്പത്തിന്റെ അച്ചിൽ കൂടെ ഇത് ഇറങ്ങി വരുന്ന പോലെ എനിക്ക് മോഷൻ വരുന്നത്. അത്രയും നേർത്തായിട്ടാണ് വരുന്നത്, പൂർണ്ണമായിട്ടും വരുന്നില്ല. അപ്പൊ അത്രയും ബുദ്ധിമുട്ട് ഞാൻ ശരീരത്തിൽ അനുഭവിക്കുന്നു. ബ്ലീഡിംഗ് ഉണ്ട്, മോഷൻ പോകുമ്പോഴും ഞാൻ ശോഷിച്ചു, പെൻസിൽ പോലെ അങ്ങായി. അങ്ങനെ ഇരുന്നപ്പം എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ എന്നെ ഒരു ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, ലിൻസി ഒരു കാര്യം ചെയ്ത് വേറൊരു ഓപ്ഷൻ എടുക്കും, ഇവരെ തന്നെ കാണണ്ട, എന്താണെന്ന് അറിയാവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ഒരു തങ്കരാജ് സാറ് സർജനാണ്, സാറിനെ പോയി കണ്ടു. സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു കൊളോണോസ്കോപ്പി ചെയ്യാം,
മെഡിക്കൽ കോളേജിൽ പോയി ഡേറ്റ് ഒക്കെ തന്നു. ഞാനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും കൂടെ കൊളോണോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ട്രീറ്റ്മെന്റ് എൻ്റെ അതായ ഡേറ്റ് തന്നു. അങ്ങനെ പോയി ചെയ്തു. അതിന്റെ റിസൾട്ട് 2 ദിവസം കഴിഞ്ഞ് തരുവോളൂ എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോഴേക്കും എനിക്ക് CA റെക്റ്റം മലാശയ ക്യാൻസർ 3rd സ്റ്റേജ് കഴിഞ്ഞു 4th സ്റ്റേജിലോട്ട് ആരംഭമായിരുന്നു. അപ്പം നേരത്തെ ഒന്നും ഞാൻ അറിഞ്ഞില്ല. അത് അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, തുടക്കത്തിൽ അന്ന് ആ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം അവരത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സ്റ്റേജിലോട്ട് പോകത്തുമില്ലായിരുന്നു. അപ്പം മുഴ എത്രത്തോളം ഉണ്ടെന്നറിയില്ല. ആ മുഴയ്ക്കകത്തോടുള്ള കുഞ്ഞു ഹോള് വഴിയാണ് ഈ മോശം വരുന്നത്. അതാണ് ഞാൻ ഇത്രയും പ്രാണവേദന അനുഭവിച്ചത്. കാരണം ഈ എലി വിഷം കഴിച്ചിട്ട് ഓടുന്ന പോലത്തെ അവസ്ഥയായിരുന്നു. ആഹാരം കഴിക്കാൻ പറ്റും, പക്ഷെ അത് പുറത്തോട്ട് പോകാതെ ഉണ്ടാവുന്ന അത് കോൺസ്റ്റിപ്പേഷൻ വരുന്നവർക്കറിയാം. 2 ദിവസം നമുക്ക് ബാത്റൂം പോകാതെ വരുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ വല്ലാത്തൊരവസ്ഥയാണ്. കാരണം അതിനകത്തൊരു സാധനം അടഞ്ഞിരിക്കുവാണ്. എങ്ങനെ അത് പുറത്തോട്ട് വരും? അപ്പം ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. സാറിനെ ഈ റിസൾട്ട് കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു, സാറങ്ങ് വിഷമിച്ചു. കാരണം എനിക്കന്ന് 33 വയസ്സാകുന്ന പ്രായമേ ഉള്ളൂ. കുഞ്ഞ് ജനിച്ച് അവൾക്ക് 1 വയസ്സായില്ല. അതിന് മുമ്പേ 7 മാസം ആയപ്പോഴാണ്. അപ്പൊ നേരെ ചൊവ്വയ്ക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല, ഒന്നും ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഇന്ന ഡോക്ടറെ പോയി കാണണം, നല്ലൊരു സർജനാണ്, അദ്ദേഹത്തെ പോയി കണ്ട് അയാളെ സംസാരിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാറ് അവരുമായിട്ട് തീരുമാനിക്കും, പറഞ്ഞാൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ വന്നു. മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരാണ് മെഡിക്കൽ കോളേജിൽ വരുന്നത്. അവിടെ ഒരു പേഷ്യന്റ് വന്നിരിക്കുമ്പോൾ അവര് ഡോക്ടറിനൊന്നും അവർക്ക് അങ്ങനെ ഒരു ഇന്റിമസി വരണമെന്നൊന്നുമില്ല. അദ്ദേഹം മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു 4th സ്റ്റേജ് കഴിഞ്ഞു, ഇന്ന അസുഖമാണ്, മലാശയ ക്യാൻസർ ആണ്, രക്ഷപ്പെടാൻ പാടാണ്, അത് എത്രത്തോളം സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇതൊക്കെ വളരെ നിസ്സാര ലാഘവത്തോടെ ഒരു പനി വരുന്നത് പോലെയാണ് അദ്ദേഹം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. പക്ഷെ ആ അവസ്ഥ അഭിമുഖീകരിച്ച് എന്റെ ജീവിതം എന്ന് പറയുന്ന നാളെ ഞാൻ ഇല്ല. ക്യാൻസർ എന്ന് പറഞ്ഞത്, ഞാൻ തിരുവനന്തപുരത്ത് ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ RCCയുടെ ഫ്രണ്ടിൽ കൂടെ ഞാൻ ഒരിക്കലും യാത്ര ചെയ്യാറില്ല. എനിക്ക് പേടിയാണ്, ഒന്നാമത്തെ കാര്യം. അങ്ങോട്ട് പോവാനും അങ്ങനെയുള്ളവരെ കാണാൻ പോലും എനിക്ക് പേടിയാണ്. കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എസ്റ്റേറ്റിലൊക്കെ പോകാറുണ്ട്, പക്ഷെ ആ താഴോട്ടുള്ള വശത്തോടെ ഞാൻ വണ്ടി ഓടിച്ച് പോകാറില്ല. പക്ഷേ ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരിക്കാം അതൊക്കെ. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ വന്നു. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ അസുഖം ഇതാണ്, നമുക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റത്തില്ല, 4th സ്റ്റേജ് ആയിപ്പോയി, എവിടെയെല്ലാം ഇത് വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല, അതിന് പല ടെസ്റ്റുകളും ഉണ്ട്, അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടറോടൊക്കെ ഞാൻ ഇരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ ഒഴുകുകയാണ്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേപോലത്തെ രോഗികൾ പലരെ അവർ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാൻ പോലും പറ്റില്ല. അടുത്ത ഒരാൾ കഴിഞ്ഞാൽ അടുത്ത പേഷ്യന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആദ്യം അവർ പറഞ്ഞു റേഡിയേഷൻ ചെയ്യണം, മുഴ ആദ്യം കുറച്ചിട്ട് ശേഷമേ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. 26 റേഡിയേഷൻ അവരെനിക്ക് പറഞ്ഞു. 26 റേഡിയേഷൻ, ആഴ്ചയിൽ 5 ദിവസം, ശനിയും ഞായറും ഇല്ല. റേഡിയേഷൻ വയറിലാണ് റേഡിയേഷൻ ചെയ്യുന്നത്. വല്ലാത്തൊരവസ്ഥയായിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജീവിതത്തിന്റെ വളരെ മോശപ്പെട്ട അവസ്ഥകളിൽ കൂടെയാണ് അന്നൊക്കെ ഞാൻ കടന്നുപോയത്. കാരണം ഒരു കുഞ്ഞിനെ ജന്മം നൽകിയ ഒരു മാതാവിനെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിനോട് എനിക്ക് ദേഷ്യമായി. പിന്നീട് പലപ്പോഴും അവൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ ഇങ്ങനെ തട്ടി വിളിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അവളെ ഞാൻ പല ഈ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ചിലപ്പോൾ അമ്മ കുഞ്ഞിനെ കൊന്നു, കൊച്ചിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പോസ്റ്റ് പാർട്ടം സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ സംഭവം. എന്ന് വെച്ചാൽ എനിക്ക് ഈ രോഗം കൂടെ വന്നപ്പോൾ എന്റെ മാനസിക നില അങ്ങ് ഡിപ്രഷൻ പോലെയായി. കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയായി. അവള് വന്ന് എന്നെ ഇങ്ങനെ അമ്മ അമ്മ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്റെ വേദന കൊണ്ടായിരിക്കാം, എന്റെ ശരീരത്തിന്റെ വേദന കൊണ്ടായിരിക്കാം എനിക്ക് അവളെ നോക്കാൻ പറ്റും. ഞാൻ അവളെ കൊല്ലുമെന്നുള്ള ഒരു രീതിയിലേക്ക് ഞാൻ വന്നു. നമ്മൾ ദൈവമക്കളാണെങ്കിൽ ചിന്തിക്കാൻ പോലും പാടില്ല. പക്ഷെ എന്റെ മാനസിക നിലവാരം അങ്ങ് തെറ്റിപ്പോയി. പക്ഷെ എന്റെ ഉള്ളിൽ എനിക്കറിയാം എനിക്ക് എന്റെ കുഞ്ഞിനോട് സ്നേഹമുണ്ട്. പക്ഷെ എന്റെ ഈ ഫ്രണ്ടിലത്തെ ഈ അവസ്ഥയിൽ എങ്ങനെ അഭിമുഖീകരിക്കാൻ അറിയില്ല. ചില സമയത്ത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയും, ചില സമയത്ത് വാവിട്ട് കരയും, പിന്നെ ഒരു സമയത്ത് കുഞ്ഞിനോട് ദേഷ്യമായിരിക്കും. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ സഹോദരിയെ വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് വീട്ടിലോട്ട് വരണം, മോളെ എടുത്തോണ്ട് പോകണം എന്ന് പറഞ്ഞു. ചേച്ചി പെട്ടെന്ന് വീട്ടിലോട്ട് വന്നു. ഞാൻ പറഞ്ഞു കുഞ്ഞ് എൻ്റെ കയ്യിൽ സുരക്ഷിതയല്ലാന്ന് എനിക്ക് തോന്നി. കാരണം ഞാനും കുഞ്ഞും മാത്രം വീട്ടിലുള്ള സമയമാണ്. എന്തെങ്കിലും എൻ്റെ ഈ ശരീരത്തിന്റെ വേദന വരുമ്പോൾ കുഞ്ഞറിയുന്നില്ല. അവള് നിഷ്കളങ്കമായിട്ടാണ് എൻ്റെ അടുത്ത് വന്ന് വിളിക്കുന്നത്. പക്ഷെ ഞാൻ ആ നിലവിൽ എന്റെ വേദനയുടെ സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഫ്രണ്ടിൽ കുഞ്ഞല്ലാതെ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ എൻ്റെ ചേച്ചി എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോയി. പിന്നെ ഒറ്റയ്ക്കുള്ള എൻ്റെ അമ്മ എന്നെയും കൊണ്ട് റേഡിയേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകും. ആ റേഡിയേഷൻ സമയത്തുണ്ടാകുന്ന അമിതമായ ചൂട് എല്ലാം സഹിച്ചു, കുറേ വേദനകൾ സഹിച്ചു. ആ സമയത്തെല്ലാം എൻ്റെ കൂടെ ഒരു വിശ്വസിക്കുന്ന ഒരു സമൂഹം, പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം, എൻ്റെ സഭ, മണ്ണന്തല സഭ, കർത്താവിന്റെ ദാസരൊക്കെ എന്നെ ഒരു മോളോടെ പോലെ സ്നേഹിച്ച് അവരുടെ വീട്ടിലൊരു വിഷയം, അവരുടെ ഒരു ശരീരത്തിന്റെ അവയം പോലെ എന്നെ ആ പ്രാർത്ഥനാ വിഷയം ഏറ്റെടുത്തു. ഞാന് മാനസികമായിട്ട് തകർന്നു പോയ സമയങ്ങളാണ്. കൂടെ ഉണ്ടാവുന്നവർ പോലും എൻ്റെ ആ സമയത്ത്
മാറി 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 പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന. എന്റെ മുഖത്ത് നോക്കി ചോദിച്ചത്, എന്തുകൊണ്ട് ദൈവത്തെ നിങ്ങൾ സത്യദൈവത്തെ വിളിച്ചിട്ട് നിനക്ക് ഈ അസുഖം വന്നു? എന്തുകൊണ്ട് അതിന്? അപ്പൊ ഞാന് അതിന് മുമ്പിൽ പതറിപ്പോയി, ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ. കാരണം ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച ഞങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി കൊടുക്കും? നാളെ ഞാൻ ഇല്ല, ഞാൻ എങ്ങനെ മറുപടി കൊടുക്കും? പക്ഷെ എന്റെ ജീവിതത്തിൽ പെട്ടെന്ന് എൻ്റെ ഒരു വായിലൊരു വാക്ക് ഇങ്ങനെ വന്നു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ അസുഖം മരണത്തിനായിട്ടല്ല, ദൈവത്തിന്റെ പ്രവൃത്തി അനേകരുടെ മധ്യേ പറയുവാനായിട്ടാണെന്ന് എന്റെ മനസ്സിൽ എനിക്ക് അപ്പോൾ തന്ന ഒരു വാക്കായിരുന്നത്. എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ RCCയിൽ വരുമ്പോഴൊക്കെ ഈ അസുഖം വന്ന് ഞാൻ മരണപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ നിനക്ക് എന്താണ് ഈ അസുഖം, നാളെ ഞാൻ ജീവിക്കുമോ? ഇതൊക്കെ എന്റെ മുമ്പിലെ പലരും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. അതിന്റെ ഏക ഉത്തരം, ഇപ്പോൾ ഞാൻ ജീവനോടെ നിൽക്കുന്നത്. ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞവരുടെ മധ്യേ ദൈവം എന്നെ തലയുയർത്തി നിർത്തണമെങ്കിൽ, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവളാണ് ഞാൻ. അനുഭവിച്ചും രുചിച്ചുമാണ് ഞാൻ ഇപ്പം ഈ നിങ്ങളുടെ മധ്യേ നിൽക്കുന്നത്. കാരണം ഈ 26 റേഡിയേഷൻ കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ ഡോക്ടർ മെഡിക്കൽ കോളേജ് ഞാൻ തിരിച്ച് കാണാൻ വേണ്ടി പോവുകയാണ്. പോകുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, 2 ദിവസം കഴിയുമ്പം നമുക്ക് അഡ്മിറ്റ് ആകുക, ബ്ലഡിന്റെ എല്ലാ ടെസ്റ്റുകളിലും എല്ലാം എഴുതി തന്നു. 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. അത് കഴിയുമ്പോഴേക്കും എനിക്ക് ഓപ്പറേഷനാണ് പറഞ്ഞേക്കുന്നത്. ഞാനെല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മാക്സിമം സേവ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൊളോട്സമി ബാഗ് പുറത്ത് മോശം പോകാൻ വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്നു. അത്ര നാളും ഈ വലത് സൈഡിൽ എനിക്ക് ബാഗ് ഇടേണ്ടി വരും, കൊളോട്സമി ബാഗ്. മോഷൻ പുറത്ത് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്ന് ഞാൻ അവിടെ സത്യം പറഞ്ഞാൽ കുത്തി അങ്ങിയത് വിട്ടങ്ങ് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ നിന്ന് കയറി. അമ്മ പറഞ്ഞു, അവളെ എഴുന്നേക്കിടുക. കാരണം എന്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ. എന്താ ഇങ്ങനെ എനിക്ക് വന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത്? ഞാനൊക്കെ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല, പക്ഷെ നമ്മൾ ചില സാഹചര്യങ്ങൾ ചോദിച്ചു പോകുന്നൊരവസ്ഥ വന്നുപോയി. എന്ത് ദൈവമേ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നത്? ഞാൻ ഇത്രയും നാൾ ആഗ്രഹിച്ച ഒരു അമ്മയാകാൻ എനിക്കൊരു കുഞ്ഞിനെ തന്നു. ആ കുഞ്ഞിനെ ഒന്ന് എടുത്ത് അവളെ ഒന്ന് താലോലിക്കാനോ അവൾക്കൊരു പാല് കൊടുക്കാനോ പോലും എനിക്ക് സഹായിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ എങ്ങനെയാലും എൻ്റെ അമ്മ എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. അതെല്ലാം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, അന്ന് രാത്രി ആയപ്പോഴേക്കും അറിയുമായിരുന്നു. ഞാൻ ഒരു വൈകുന്നേരം ഒരു 8-9 മണിയായപ്പോൾ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിലെ മാഡം എന്നെ വിളിക്കണം. 2 ദിവസം കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് എനിക്ക് അഡ്മിറ്റ് ആകണം. അപ്പൊ ഞാൻ പാർലറിൽ വർക്ക് ചെയ്യുന്ന കാരണം അവിടെ പല ആൾക്കാരും വരുന്നതാണ്, പല ഡോക്ടർമാരും നഴ്സുമാരെയൊക്കെ എനിക്ക് അങ്ങനെ പരിചയമുണ്ട്. അന്ന് 3 വർഷത്തിന് ശേഷം അവിടെ നിന്ന് പോയൊരു ഡോക്ടർ അന്ന് ആ സമയത്ത് പാർലർ അടയ്ക്കുന്ന സമയത്ത് അങ്ങോട്ട് കയറി വന്നു. പുള്ളിക്കാരി ഇവിടുന്ന് RCCന്ന് പോയിട്ട് ബിലീവേഴ്സിൽ വർക്ക് ചെയ്യുക, തിരുവല്ലയിൽ. പുള്ളിക്കാരി അന്ന് വീട്ടിലോട്ട് വന്നപ്പോൾ പെട്ടെന്ന് പാർലറിലോട്ട് വരാൻ പറഞ്ഞു. മാഡത്തിനോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യും ചോദിച്ചു. അപ്പം ഞാൻ ഇവിടെ ഇല്ലാത്ത കാര്യമൊന്നും പുള്ളിക്കാരി അറിഞ്ഞില്ല. അപ്പൊ പറഞ്ഞു, അയ്യോ ലിൻസി മറ്റന്നാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണം, ഇന്ന അസുഖം, ഓപ്പറേഷൻ ആണ്, എവിടാ ലിൻസിക്ക് ചെയ്യുന്നേ? അപ്പം പറഞ്ഞ് മെഡിക്കൽ കോളേജ്. എന്തുവാ? അപ്പൊ അതിനാ മെഡിക്കൽ കോളേജ് ചെയ്യുന്ന, ലിൻസിയെ പെട്ടെന്ന് എന്നെ വിളിക്കാൻ പറയാൻ പറഞ്ഞു. ഞാൻ അപ്പം ഉടനെ മാഡത്തിനെ വിളിച്ചോ. മാഡം എന്നോട് പറയാ, എന്തിനാ മെഡിക്കൽ കോളേജ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ലിൻസി ഇപ്പം നേരത്തെ പൈൽസ് എന്നും പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്തതാണ്, അത് കാരണമില്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്ത്, ഇപ്പം അസുഖം ഇന്ന അസുഖമാണ്, ഇത് ഓങ്കോ സർജനെ ചെയ്യാൻ പാടുള്ളൂ, ലിൻസി ഒരിക്കലും അത് ചെയ്യണ്ട, അഡ്മിറ്റ് ആകരുത്, ഞാൻ ആ പറയുന്ന പേപ്പേഴ്സ് എല്ലാം എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അങ്ങ് ശങ്കിച്ചു പോയി. ഞാൻ എന്ത് ചെയ്യണം? മറ്റന്നാൾ എനിക്ക് മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആവേണ്ടതാണ്. വീട്ടുകാർ ഒരു സൈഡിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും ദിവസം നമ്മൾ ഈ ഡോക്ടറിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇനിയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ അവരെ ചെയ്യേണ്ടത്, പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ രാത്രി 11-12 മണി വരെ ഒരു വല്ലാത്തൊരു യുദ്ധമായിരുന്നു ശരിക്കും പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ പോണോ, RCC പോണോ, എവിടെ പോണോന്ന് എനിക്ക് രക്ഷപ്പെടുകയും വേണം. എന്ത് വന്നാലും ഡോക്ടർ എന്നോട് പറഞ്ഞ എല്ലാ പേർപ്പസ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. പുള്ളിക്കാരി അപ്പൊ തന്നെ RCCയിലെ ഡോക്ടേഴ്സിന് അയച്ചു കൊടുത്തു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അതൊക്കെ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിനുള്ള ഉത്തരമാണ് അതൊക്കെ. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ RCCയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരിക്കലും RCC ചെല്ലുന്നവർക്കറിയാം, ഫ്രണ്ടിൽ ഡോക്ടേഴ്സ് ഒന്നും നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് അവിടെ ഡോക്ടേഴ്സ് കാത്തു നിൽക്കുകയായിരുന്നു. ഈ ഡോക്ടർ വിളിച്ചു പറഞ്ഞു പോയി. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടാണ് പോയത്. ഞാൻ അവിടെ ചെന്ന് ആ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ തന്നെയാണ് എൻ്റെ അവിടുത്തെ പേരും രജിസ്ട്രേഷൻ എല്ലാം ചെയ്തത്. എന്നെ ഈ ക്ലിനിക്കിലോട്ട് എന്നെ മാറ്റി ഓരോരുത്തരുടെ ഓരോ രോഗത്തിന്റെ അവസ്ഥ ഓരോ സെക്ഷനിലോട്ടാണ് വിടുന്നത്. അപ്പൊ എന്നെ ഈ ക്ലിനിക്കിലോട്ടാണ് കൊണ്ടുവന്നത്. ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, മാക്സിമം നമുക്ക് സേവ് ചെയ്യാൻ നോക്കാം, അത് ഓപ്പറേഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ, എത്രത്തോളം വല്ലയിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല.
അപ്പോഴും പിന്നെ അങ്ങ് ദൈവമേ സ്പ്രെഡ് ആയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്താണേലും അതിൻ്റെതായിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോഴേക്കും രക്തത്തിന്റെ അവിടെ 2-3 മുഴയുണ്ട്. ആ മുഴയിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ. ഈ റേഡിയേഷൻ ചെയ്തതുകൊണ്ട് മുഴയൊന്ന് ചെറുതായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു, അവരും ഇത് തന്നെയാണ് പറഞ്ഞത്, ഫുള്ളായിട്ടും സേവ് ചെയ്യാം, മാക്സിമം സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മരണം വരെയും ബാഗ് ഇടേണ്ടി വരും. അപ്പൊ അവരെന്റെ അടുത്ത് ഹിസ്റ്ററി ചോദിച്ചു, പാപ്പയുടെ വീട്ടിലോ മാതാവിന്റെ വീട്ടിലോ ആർക്കെങ്കിലും ഈ ക്യാൻസറിന്റെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ ആർക്കും അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഞാനാണ് പ്രത്യേകിച്ച് CA റെക്ടം എന്ന് പറഞ്ഞ മലാശയ ക്യാൻസർ ഒരു 60-70 വയസ്സുള്ളവർക്കാണ് സാധാരണ വരണത്. ഈ പ്രായത്തില് ചെറുപ്പക്കാരിൽ ചുരുക്കമാണ്. പക്ഷെ അതാണ് എനിക്കും വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് നമ്മളെ കൺസൾട്ട് ചെയ്യാൻ അവർ നമ്മുടെ അടുത്ത് എല്ലാം ചോദിക്കും, ഇതെന്താണ്, എങ്ങനെ ഫുഡ് ഹാബിറ്റിലാണോ, എന്താണെന്നറിയില്ല, എന്റെ ശരീരത്തിൽ ഇത് വന്നു. ചിലപ്പം അത് ദൈവനാമം. ഞാൻ ആ സെക്ഷനിൽ ചെല്ലുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാരിയായിട്ടുള്ളത്. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സന്തോഷമൊന്നുമില്ല. RCCക്കകത്തുള്ള അനുഭവമല്ലേ. അവര് ഡോക്ടേഴ്സ് പറഞ്ഞു ഓപ്പറേഷൻ ആണ്. അങ്ങനെ എനിക്ക് ഒരു നല്ലൊരു ഓപ്പറേഷൻ, ഒരു രാവിലെ എന്നെ ഒരു 7 മണി ആയപ്പോഴാണ് തോന്നുന്നു കയറ്റിയത്. രാത്രിയിലാണ് എന്നെ ഇറക്കിയത്. അപ്പം കയറ്റുന്ന സമയത്ത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ഒന്നും പുറത്തോട്ട് ഇറക്കുമ്പോൾ ആണ് ഞാൻ സമയം പോലും അവരെന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ നോക്കുമ്പം 7 മണിയാണെന്ന് പോലും അറിയുന്നത്. പക്ഷെ എൻ്റെ ഫ്രണ്ടില് എൻ്റെ മാതാവും എൻ്റെ സഹോദരങ്ങളെല്ലാം വെളിയിൽ നിരാശയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷമാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. എനിക്ക് മുമ്പേയും ശേഷവും ഓപ്പറേഷൻ കഴിഞ്ഞവരൊക്കെ പുറത്തു വന്നു, ഞാൻ മാത്രം പുറത്തു വന്നില്ല. അപ്പൊ ഇവർക്കൊക്കെ അങ്ങ് പേടിയായി, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളത്. കാരണം ഇത്രയും നീണ്ട ഒരു ഇതാണ്, ഹൈ റിസ്ക് ആണെന്ന് അവർ ആദ്യമേ പറഞ്ഞായിരുന്നു. എന്താണെങ്കിലും എന്നെ കൊണ്ടുവന്നപ്പോൾ ഫുൾ വെള്ള പുതച്ച് അവർ കൊണ്ടുവന്നപ്പോഴേ അമ്മയൊക്കെ അങ്ങ് പേടിച്ചു പോയി. കാരണം ഞാൻ മരിച്ചാണോ വരുന്നെന്ന് അറിയത്തില്ലല്ലോ, ഒരു മോളല്ലേ. എന്റെ ചേച്ചി എപ്പോഴും പറയും, എന്റെ അമ്മ അവിടെ മാറിയ ആ ഓപ്പറേഷൻ സമയത്തൊക്കെ മാറി ഒരു സൈഡില് ഭ്രാന്തിയെ പോലെ ഇരുന്ന് കരയുന്നൊരവസ്ഥയായിരുന്നു. കാരണം ജനിപ്പിച്ച കുഞ്ഞ് മാതാപിതാക്കളുടെ മുമ്പിൽ ഏത് അവസ്ഥയിൽ വരുന്നു എന്നറിയില്ല. അവര് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. എന്താവും എൻ്റെ മോളുടെ അവസ്ഥ? എല്ലാവരും നമ്മളെ തള്ളിക്കളഞ്ഞു ഒരവസ്ഥകളാണ്. എന്നാൽ സ്വർഗത്തിലെ തമ്പുരാൻ അവിടെ എല്ലാം നമ്മുടെ കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവം നമ്മുടെ മധ്യേ ഉണ്ടായിരുന്നു. വിളിച്ച ദൈവം വിശ്വസ്തൻ എന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. കാരണം ആരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞാലും വലിയൊരു ബലം ഇന്ന് അനേകരുടെ മധ്യേ ഞാൻ നിൽക്കുന്നത്, ജീവനോടെ നിൽക്കുന്നത് തന്നെ, ഞാൻ ഈ സാക്ഷ്യമൊക്കെ പറയുമ്പോഴും എൻ്റെ ഞാൻ അനുഭവിച്ച വേദനകൾ, ഒരു മാനസിക നിലവാരങ്ങളൊക്കെ വേറൊരു ലെവലിലാണ്. കാരണം നിരാശയുടെ അങ്ങേ അറ്റത്ത് ഞാൻ ആയിപ്പോയി. ജീവിതത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. ഞാൻ ബോധത്തോടെ തിരിച്ചു വരുമ്പോൾ എൻ്റെ വയറിന്റെ സൈഡിലേക്ക് ഒരു ബാഗ് ഇട്ടാണ് അതിന് പുറത്തേക്ക് വിടുന്നത്, മോഷൻ കൺട്രോൾ ചെയ്ത്. അതിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണത്. കാരണം നമുക്ക് നോർമൽ വേയിലൂടെ പോവേണ്ട ഒരു സാധനം നമ്മുടെ സൈഡിൽ കൂടെ പോകുന്നത്, യൂറിൻ പോകുന്നത് പോലെ അല്ല മോഷൻ നമ്മുടെ വയറിന്റെ സൈഡിൽ അവർ ഘടിപ്പിച്ച് വിട്ടേക്കുന്നത്. കണ്ടപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടി, കുടല് പുറത്ത് കിടക്കുന്നു. അതിനകത്തൂടെ ഞാൻ ഒരു CD ഒക്കെ വെച്ച് ബാഗ് ഇട്ടിരിക്കുവാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെത് വെച്ച് ദഹിച്ചു പോകുന്നില്ല. പകുതിയും നമുക്ക് ഭക്ഷണമായിട്ട് തന്നെ പുറത്തു വരുന്നൊരവസ്ഥയായിരുന്നു. ഒത്തിരി ബുദ്ധിമുട്ടി, ഒത്തിരി ഭാരപ്പെട്ട്, രാത്രി ഉറങ്ങാൻ പറ്റാത്ത, വയറ് എഴുന്നേറ്റിരുന്ന അവസ്ഥ. കിടന്നു കഴിഞ്ഞാൽ സൈഡിൽ എവിടെയെങ്കിലും ലീക്കിംഗ് ആവും. പിന്നെ എന്തെങ്കിലും തുണിയൊക്കെ വെച്ച് വേണം അതിനെ ലീക്കൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി ഭാരപ്പെട്ടു. ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, ഓപ്പറേറ്റ് ചെയ്ത ഭാഗം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ തിരിച്ച് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോഴവർ പറഞ്ഞു ഇല്ല, ഉണങ്ങിയിട്ടില്ല. അങ്ങനെ 11 മാസം ഞാൻ ഈ കൊളോപ്സമി ബാഗ് എൻ്റെ വയറിന്റെ വലത് സൈഡിൽ ഇട്ടിരുന്നു. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ശരിക്കും അനുഭവിച്ചു. പക്ഷേ ഞാൻ നിരാശയിലോട്ട് പോകുമായിരുന്നു. പക്ഷെ എന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ലിൻസി ജോലിക്ക് തിരിച്ചു വരണം, വെറുതെ വന്നിരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ട, എല്ലാവരോടൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ മനസ്സൊക്കെ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവും. എനിക്ക് സത്യം പറഞ്ഞ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യാതെ എനിക്ക് ചിരട്ടി ശമ്പളമാണ് തന്നുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞ എനിക്ക് മറക്കാൻ പറ്റില്ല അവരെയൊന്നും. കാരണം ദൈവം അവരെയൊക്കെ ഓരോരുത്തരെ എന്നെ മുമ്പിലോട്ട് കൊണ്ടുവന്നതാണ്. ഒരു സ്ഥാപനത്തിലും ജോലി ചെയ്ത ആരും പൈസ കൊടുക്കത്തില്ല, പക്ഷെ എനിക്ക് ജോലി ചെയ്യാതെ ശമ്പളം തന്നതാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, കർത്താവ്, ഇതൊക്കെ ഞാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? പക്ഷെ ഞാൻ അവിടെ നിന്ന് ഞാൻ പതുക്കെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി. അതൊക്കെ കാരണം എനിക്ക് തിരിച്ചു വരണം. അതൊക്കെ എനിക്ക് തോന്നുന്നു, അതൊക്കെ അവരെന്നെ മോട്ടിവേഷൻ ചെയ്യുന്ന രീതിയായിരിക്കും. അവരെ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടവരാണ് എൻ്റെ മാഡം ഒക്കെ.
അവരെന്നെ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് ലിൻസ് തിരിച്ചു വരണം, നിരാശയാകരുത്, സൈഡിലെ ബാഗ് അത് പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായിക്കോളും, ആദ്യത്തെ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറും. അങ്ങനെ അങ്ങനെ പറഞ്ഞു ഞാൻ അത് അങ്ങ് യൂസ്ഡ് ആയി. ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. എന്റെ വീട്ടിലെ കാര്യങ്ങൾ, ഈ വയറില്ല, ഈ സൈഡിൽ ബാഗിന്റെ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. ഒരു 11 മാസം ഇത് ഇട്ടിരുന്നു. അപ്പം അതിന് മുമ്പായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു കീമോ ചെയ്യണം, 6 കീമോ ചെയ്യണം. കാരണം നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ ഇതാണല്ലോ. കീമോ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മുടി പോകും, ശരീരം മൊത്തം കറുക്കും, പല്ലെല്ലാം കറുക്കും, ശരീരം മൊത്തം പൊട്ടും, വായ്ക്കകം പൊട്ടും, നമുക്ക് ഷിവറിങ് ഉണ്ടാവും, ഡയറിയ ഉണ്ടാവും. അതിൻ്റെതായ എല്ലാ സിംറ്റംസും ഡോക്ടേഴ്സ് നമ്മൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഒപ്പിടിപ്പിച്ചിട്ട് ബൈസ്റ്റാൻഡേഴ്സിനെ. അപ്പൊ ആദ്യത്തെ കീമോ ചെയ്തപ്പോൾ തന്നെ ഒരു കീമോ ചെയ്ത് 21 ദിവസം കഴിയുമ്പോഴാണ് അടുത്ത കീമോ ചെയ്യേണ്ടത്. ഓരോ കീമോയ്ക്കും ഓരോ അനുഭവങ്ങളായിരുന്നു. ഫുഡെല്ലാം കഴിച്ചാണ് അകത്ത് കയറും, പക്ഷെ തിരിച്ചിറങ്ങി ഇറങ്ങി വരുമ്പം നമ്മളെ അത് പറയാൻ പറ്റത്തില്ല. വല്ലാത്തൊരു അവസ്ഥയാണ്. ആ കീമോ റൂമിനകത്തോട്ടൊന്ന് കയറണം. അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് സന്തോഷമില്ല. അവര് പലപ്പോഴും ഒരു ടിവിയും വലിയ വലിയ പാട്ടൊക്കെയാണ് ഇടുന്നത് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. നമുക്കൊരിക്കലും അതിൽ നിന്നൊരു സന്തോഷമൊന്നും കിട്ടില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ നിരാശയാണ്. നാളെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവിടുന്ന് നോക്കുമ്പോൾ എന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾക്കാര്, തലമുടി പോയവര്, കിടന്ന് നിലവിളിക്കുന്നവര്, ഞാൻ ഇപ്പുറത്ത്. ഇതൊക്കെ കാണുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കീമോ ചെന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഛർദ്ദിക്കുന്ന അവസ്ഥ, 50 പ്രാവശ്യം ബാത്റൂമിൽ പോകാൻ പോകുന്നതോ അവസ്ഥ, പിന്നെയും തിരിച്ചു വരുമ്പം അതിന്റെ ബാക്കിയുള്ള മരുന്ന് നമ്മുടെ ശരീരത്തിൽ ഓരോ ഡ്രോപ്പ് കയറുന്നതിനനുസരിച്ച് നമ്മൾ രാവിലെ നമ്മളെ കയറ്റി കീമോ വാർഡിൽ കയറ്റിയ വൈകുന്നേരമാവും കീമോ തീരുമ്പോഴും. ട്രിപ്പ് വഴിയാണ് തരുന്നത്, ട്രിപ്പ് പോലെയാണ് തരുന്നത്, പക്ഷെ അത്രയും എഫക്റ്റ് ഉള്ള മരുന്ന് തരുന്നത് അത്രയും സമയമെടുത്താണ്. അത് നമ്മൾ ശരീരത്തിലെ വയറുവേദന എന്നൊക്കെ പറഞ്ഞ് ഓരോ ഉപേക്ഷയായിട്ട് വിചാരിക്കുമ്പോൾ ഞാൻ ഉള്ളിൽ ചിരിക്കും. കാരണം ദൈവമൊക്കെ നമുക്ക് ഒരു ദിവസമെങ്കിലും ആരെങ്കിലും ഒരു കീമോ വാർഡിൽ കയറി ചെല്ലണം. ദൈവത്തെ നമ്മൾ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ദൈവം തന്ന ആരോഗ്യത്തിന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആശുപത്രിക്കകത്ത് ഓപ്പറേഷൻ വിധേയമാകത്തിലാണെങ്കിൽ ദൈവത്തിൽ ഭാഗ്യമുള്ളവര്. കാരണം അതൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അനുഭവിക്കണം വേദനകൾ. അങ്ങനെ അവർ കീമോ ചെയ്തു. 6 കീമോ അവർ പറഞ്ഞു. 2ാമത്തെ 3ാമത്തെ കീമോ ഒക്കെ ആയപ്പോഴേക്കും ഞാൻ അങ്ങ് വല്ലാത്തൊരവസ്ഥയായി. ഒരു മൃഗപ്രായം ഒന്നിനും കൊള്ളാത്തവളായി. വെറുതെ ഒരു ഒരു ബോഡി മാത്രം അങ്ങനത്തെ ആയി. എന്റെ അമ്മയ്ക്ക് അത് മനസ്സിലായി. ഞാൻ മരിച്ചു പോകുന്നുള്ളത് ഇവർക്കൊക്കെ അറിയാം, പക്ഷെ ആരും എന്നോട് പറഞ്ഞൊന്നുമില്ല. എന്റെ മുമ്പിൽ അങ്ങനെ 6 കീമോ എന്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു. 2 കീമോ കഴിഞ്ഞു. അപ്പോഴേക്കും ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്റെ ശരീരത്തിൽ ഈ കീമോ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവുന്നു. എനിക്ക് 6 കീമോ എടുക്കാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു എന്റെ തലേന്ന് മുടിയെല്ലാം പോകുമോ. ആദ്യത്തെ കീമോ കഴിയുമ്പോൾ സാധാരണ എല്ലാവർക്കും മുടി പോകുന്നതാണ്. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ദൈവം ബാക്കി എല്ലാ സൈഡ് എഫക്ട്സും എന്റെ ശരീരത്തിലുണ്ടായിരുന്നു. മുടി എന്തായാലും ദൈവം എന്റെ തലേന്ന് മാറ്റില്ല. പക്ഷെ ഞാൻ സ്കാർഫും അതിനുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചു, മുടി ഫുള്ള് ഷേവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ ദൈവം എനിക്ക് മുടി ഇരട്ടിയായിട്ട് തന്നു. അതിനെയും കാട്ടി കൂടുതൽ ഞാൻ ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയും കാട്ടി കൂടുതൽ മുടി ദൈവം എനിക്ക് തന്നു. അതൊക്കെ ഞാൻ പറഞ്ഞ ദൈവം ഒരു പരസ്യ കോലമാക്കിയില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു 2ാമത്തെ കീമോ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു വെള്ളിയാഴ്ച പകൽക്കാലം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുക. അപ്പൊ മണ്ണന്തരയില് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് നമ്മൾ മുകളിലത്തെ നിലയാണ് താമസിക്കുന്നത്. അപ്പൊ റോഡ് സൈഡിൽ നിന്ന് ചെറിയൊരു കയറ്റമുണ്ട്, അതുവഴി നമുക്ക് കയറി വരാം. പക്ഷെ പറഞ്ഞു കൊടുക്കാതെ ആർക്കാ വഴി പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പം രാവിലെ ഒരു 11:30 12 മണിയൊക്കെ ആയപ്പോ അമ്മ എനിക്കൊരു കുഞ്ഞു കോപ്പയ്ക്കകത്ത് കഞ്ഞി തന്നോണ്ടിരിക്കുക. ഞാൻ കിടക്കുവാണ്, ആ സോഫയെ കിടക്കുവാ വരാന്തയില്. അപ്പം ഒരു പ്രായമുള്ള ഒരു അപ്പച്ചന് നല്ല വെള്ള ജുബ്ബയൊക്കെ ഇട്ട് മുണ്ടൊക്കെ ഉടുത്ത് വലിയ ഒരു തുണി പോലത്തെ സഞ്ചിയൊക്കെ ഇട്ട് ഞങ്ങളുടെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് മേളിലോട്ട് നോക്കി നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് നോക്കുക. അപ്പൊ അമ്മ ഗേറ്റിന്റെ അങ്ങോട്ട് നോക്കിയിരിക്കുക. അപ്പൊ അമ്മ ചോദിച്ചു, ദേവദാസനെ എങ്ങോട്ട് പോകുവാ, വഴി തെറ്റി പോയതാണോ എന്നിങ്ങനെ ചോദിച്ചു. എന്നുവെച്ചാൽ ഇനി റോട്ടിലോട്ട് പോകുന്ന വഴി തെറ്റി പോയതെല്ലാം നിൽക്കുവാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അമ്മയെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്റെ അമ്മ ഭയങ്കര വിശ്വാസത്തിൽ ഭയങ്കര വീര്യമുള്ളൊരു അമ്മയാണ്. അമ്മ ഇങ്ങോട്ടാണ് വന്നതെങ്കിൽ അകത്തോട്ട് കയറി പോരെ ഇങ്ങനെയാന്ന് പറഞ്ഞു. അപ്പച്ചൻ കയറി അകത്തോട്ട് വന്നു. അപ്പച്ചൻ കയറി വന്നപ്പോ ഞാൻ കിടക്കുന്നതാ കാണുന്നത്. അപ്പം വല്ലാത്തൊരു ശബ്ദം, ഇടിമുഴക്കത്തിന്റെ ശബ്ദം പോലെ. എനിക്ക് ഇപ്പോഴത് പറയുമ്പോൾ എനിക്ക് അങ്ങ് ദേഹമല്ലാതെയാവും. ശബ്ദം എന്ന് പറഞ്ഞാൽ ബോക്സിനകത്ത് കേൾക്കുന്ന പോലത്തെ ഒരു ശബ്ദം. അപ്പച്ചനെ കണ്ടാ മെലിഞ്ഞ നല്ല പൊക്കമുള്ളൊരു അപ്പച്ചനെ. ഈ ശബ്ദം എവിടെ നിന്നായി വരുന്നു ഇത്രയും? എനിക്ക് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇറിറ്റേഷനും ആവുന്നുണ്ട്. കാരണം എനിക്ക് വയ്യാതെ കിടക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പച്ചൻ വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് എന്ത് പറ്റിയതാ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഒരു ബാസ് ശബ്ദമാണ്.
അപ്പൊ ഞാനിങ്ങനെ എനിക്ക് സംസാരിക്കാനൊന്നും വയ്യ. അപ്പൊ അമ്മ പറഞ്ഞു, അപ്പൊ ദേവദാസൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എവിടെ നിന്ന് വരുവാ? അപ്പം അപ്പച്ചൻ പറഞ്ഞ, ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് വന്നതാ, ഇത്രേ പറഞ്ഞോളൂ. പക്ഷെ ഞാൻ ഈ വയ്യാതെ കിടക്കുന്നെങ്കിലും എന്റെ മനസ്സിനകത്ത് പല ചിന്തകൾ. ഈ അപ്പച്ചൻ ആരാ? ഈ അപ്പച്ചൻ എവിടുന്നാ വരുന്നേ? അപ്പൊ ഞാൻ പതുക്കെ അപ്പച്ചൻ ആരാ? അപ്പച്ചന്റെ പേരെന്താ? അപ്പൊ അപ്പച്ചൻ എന്റെ പേരൊക്കെ പറഞ്ഞ് എനിക്കത് ഓർമ്മയില്ല. അപ്പച്ചന്റെ സ്ഥലം എവിടാ? അപ്പച്ചൻ എന്തിനാ ഇങ്ങോട്ട് വന്നു? അപ്പച്ചന് വഴി തെറ്റി പോയതാണോ? അപ്പച്ചൻ താഴെ കൂടെ അല്ലേ പോകണ്ടേ? അപ്പച്ചന്റെ മേളിൽ കൂടെ വരുന്നേ? ഇത് വേറെ വഴിയാ, താഴോട്ട് വേറെ വഴിയുണ്ട്, അപ്പച്ചൻ അങ്ങോട്ടാണ്. അപ്പം അപ്പച്ചന് കുറെ കഴിഞ്ഞപ്പോ എന്റെ മുഖത്ത് നോക്കി, ഇനി നീ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അമ്മ എന്നെ കണ്ണ് കാണിച്ച് ദേഷ്യപ്പെട്ട് ഇനി സംസാരിക്കരുതെന്ന് പറഞ്ഞു. കാരണം അമ്മയുടെ മനസ്സിലറിയാം, അമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലായി ദൈവദാസനാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ വിഷയങ്ങളൊക്കെ ചോദിച്ചു, എന്താ ഈ കുഞ്ഞ് കിടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ രോഗത്തിന്റെ അവസ്ഥ പറഞ്ഞു, കീമോ വന്ന് കഴിഞ്ഞ് കിടക്കുകയാണ്, വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ കിടക്കേണ്ടവളല്ലല്ലോ, നീ ഇങ്ങനെ കിടക്കേണ്ടല്ലോ ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്നത്. നീ അനേക സ്റ്റേജുകളിൽ നിന്ന് ദൈവത്തിന് വേണ്ടി ദൈവനാമ മഹത്വം വർണ്ണിക്കാൻ വേണ്ടി നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതാണല്ലോ. ഇതൊക്കെ പറഞ്ഞപ്പോൾ ആ ഹാളിനകം അങ്ങ് നിറയുവാണ് ഈ ശബ്ദം. അപ്പൊ ഞാൻ ചിരിച്ചു, സത്യം പറഞ്ഞ ഞാൻ അങ്ങ് ചിരിച്ചു. ചിരിച്ചെന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല, ഡോക്ടർ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുമല്ലയോ, നടക്കത്തില്ല, അപ്പച്ചൻ എന്താ ഈ പറയുന്നത്? അപ്പൊ അപ്പച്ചൻ പറഞ്ഞ വാക്ക് ഇതാണ്, ഞാൻ ഇവിടെ മണ്ണന്തല ഒരു സ്ഥലത്ത് ഈ തൊട്ടടുത്ത് ഏതോ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നതാ. വചനം പറഞ്ഞ് അപ്പച്ചന്റെ ശുശ്രൂഷ കഴിഞ്ഞപ്പോ ദൈവാത്മാവ് പറഞ്ഞു ഇറങ്ങി നടക്കാൻ പറഞ്ഞു. ഇറങ്ങി നടന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ വരേണ്ട ഒരാവശ്യം അപ്പച്ചനില്ല, വഴി കണ്ടുപിടിക്കാൻ പോലും പാടെ. പക്ഷെ ഇന്നും എനിക്കറിയില്ല, അപ്പച്ചന്റെ സ്ഥലം കുമ്പനാട് പുല്ലാടെന്നാണ് അപ്പച്ചൻ പറഞ്ഞത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പുല്ലാടാണ് എന്ന് പറഞ്ഞു. വേറൊന്നും അപ്പച്ചൻ പറഞ്ഞില്ല. അപ്പച്ചൻ പറഞ്ഞു, പോകുന്നതിന് മുന്നേ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പോകുന്നതിന് മുന്നായിട്ട് നീ എനിക്ക് ചായ ഇട്ട് തന്ന് കുടിച്ചിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു, ഞാൻ എങ്ങനെ ചായ ഇടും? എനിക്ക് നടക്കാൻ പോലും ഞാൻ കൂനിയാ നടക്കുന്നത്. എന്റെ അമ്മ എന്നെ പിടിച്ചോണ്ടാ ബാത്റൂമിൽ കൊണ്ടുപോകുന്നു, ഞാൻ എങ്ങനെ എഴുന്നേക്കുന്നേ? എന്റെ അമ്മ ഉടനെ എന്റെ ചേച്ചിയെ വിളിച്ചു വരുത്തി, എന്റെ ചേച്ചി ഓടി വന്നു. അപ്പച്ചൻ ആദ്യം പറഞ്ഞു വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഇതൊക്കെ പറയുന്ന ഇങ്ങനൊന്നുമല്ല, വല്ലാത്ത എനിക്ക് ആ മുഴക്കമുള്ള ശബ്ദം ഇന്നും എന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുകയാണ് ഈ പറയുമ്പോഴും. കാരണം അതുപോലൊരു ദൈവദാസൻ കേട്ടിട്ടില്ല ഞാൻ. ആ വെള്ളം കൊണ്ടുവന്ന് എന്നെ കുടിപ്പിച്ചു. അപ്പച്ചൻ എന്റെ അടുത്തോട്ട് കസേര ഇട്ട് വന്നിരുന്നങ്ങ് ഇരിക്കുവാണ്. ഈ അപ്പച്ചൻ മാറുന്ന പോലുമില്ല, എന്റെ അടുത്തോട്ട് ചേർന്നങ്ങ് ഇരിക്കുക. എനിക്കറിയാം ഇതെന്താ അപ്പച്ചൻ എന്റെ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ. കുറെ കഴിഞ്ഞ് ഞാൻ പതുക്കെ തല പൊക്കി ഞാൻ ഇരുന്ന് കുറെ കഴിഞ്ഞപ്പോ അപ്പച്ചനോട് ഓരോ കാര്യങ്ങൾ ദൈവവചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കൊണ്ട് കുറെ കഴിഞ്ഞപ്പോ ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പം അമ്മയ്ക്ക് മനസ്സിലായി, എന്റെ അമ്മ എന്റെ അടുത്ത് വന്നങ്ങ് ഇരുന്നു. അപ്പച്ചൻ എനിക്ക് പ്രാർത്ഥിച്ച വെള്ളം തന്നിട്ട് പറഞ്ഞു, നീ പോയി ചായ ഇട്ടിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയി നടന്ന് ഞാൻ ആ അടുക്കളയിൽ പോയി ഞാൻ അപ്പച്ചന് ചായ ഇട്ട് ഞാൻ കൊടുത്തു. അപ്പച്ചൻ കുടിച്ചു. അപ്പച്ചൻ പോകാറായപ്പം, നിനക്ക് എന്നെ സംശയമില്ല, ഇതാ എന്റെ നമ്പർ എന്നും പറഞ്ഞ നമ്പർ എഴുതി തന്നു. ഞാന് സത്യം പറഞ്ഞാൽ ഇന്നും ഞാൻ ആ അപ്പച്ചനെ കണ്ടിട്ടില്ല. അപ്പച്ചൻ എവിടാന്നും അറിയത്തില്ല, ആരാന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കറിയാം, ദൈവം അയച്ച ഒരു ദൈവത്തിന്റെ ദൂതനാണത്. ദൈവം അയക്കാതെ ആരും ഞങ്ങളുടെ ഭവനത്തിൽ എത്തത്തില്ല. ഇങ്ങനെ ഒരു വീട്ടില് ഒരു മാതാവ് ഒരു മകളുടെ അടുത്ത് ഇരുന്ന് കരയുന്ന കാഴ്ച സ്വർഗത്തിലെ തമ്പുരാൻ കണ്ടു. എന്റെ മുമ്പിൽ അമ്മ ഇരുന്ന് കണ്ണിൽ കൂടെ അമ്മയ്ക്ക് ഒഴുകത്തില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണിൽ ഒഴുകുന്നത് എനിക്കറിയാൻ പറ്റും. ഒരു മോള് നിസ്സഹാവസ്ഥയെ കിടക്കുന്നവര് എങ്ങനെ അത് മുന്നോട്ട് പോകും? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എന്റെ മകള് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുമെന്നുള്ള വേദന. പക്ഷെ സ്വർഗത്തിലെ തമ്പുരാൻ ആ വേദനയൊക്കെ കണ്ട് എന്റെ പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ടായിരുന്നു. രണ്ടുപേരും എനിക്ക് വേണ്ടി മധ്യസ്ഥയാണ്. ഒത്തിരി കരഞ്ഞു, എന്റെ സഭ മൊത്തവും, കർത്താവിന്റെ ദാസന്, ഇവരെല്ലാം. പക്ഷെ പിന്നെ അങ്ങോട്ട് ഓരോ പ്രാവശ്യം കീമോയൊക്കെ എങ്ങനെ തീർന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. 6 കീമോയും ഞാൻ എടുത്തു. 6 കീമോയും കഴിഞ്ഞ് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവുകയാണ്. പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് റിവേഴ്സ് ചെയ്യാം, കാരണം ഈ കൊളോട്സമി ബാഗ് ഇനി ഇടണ്ട, അകത്തോട്ട് തന്നെ നമുക്ക് വെക്കാം, നോർമൽ വേ കൂടെ തന്നെ പോകാനുള്ള അവസ്ഥകൾ നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, ദൈവമേ, മനുഷ്യ ശരീരമാണ്, ആ കുഞ്ഞിന്റെ വയറിൽ നിന്ന് വയറ് തുളച്ച് പുറത്ത് മലം പോകുന്ന അവസ്ഥയിലേക്ക് വരുത്തരുതേ. ഏത് ശരീരത്തെ നിർമ്മിച്ച ദൈവമാണെങ്കിൽ അതിന്റെ അവസ്ഥയിൽ കൂടെ തന്നെ അത് പുറത്ത് പോകേണ്ട വഴി തന്നെ പോകാവുള്ളേ. ഈ ഒരു പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ എല്ലാവരും അറിയുന്ന എന്റെ സഭ മൊത്തവും. ആ പ്രാർത്ഥന ദൈവം കേട്ടു, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത് കഴിഞ്ഞ് ഞാൻ RCCയിലേക്ക് കടന്നു ചെല്ലുമ്പോഴേ എന്റെ കാര്യങ്ങളെല്ലാം മുൻപടെയായിട്ട് ദൈവത്തിന്റെ ദൂതന്മാരിൽ നിന്ന് ചെയ്യുന്നത് പോലെയാണ് പിന്നെ അങ്ങോട്ട് ചെയ്തത്. ഒന്നിനു വേണ്ടിയിട്ട് എനിക്ക് ഓടേണ്ടി വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും, ഓപ്പറേഷന്റെ കാര്യങ്ങളെല്ലാം ആ ഡേറ്റില് അവർ ആ സമയത്ത് നടത്തി. അത് കഴിഞ്ഞു രണ്ടാമത്തെ ഓപ്പറേഷൻ, ഇത് കൊളോട്സമി ബാഗ് മാറ്റിയിട്ട് ഇത് സാധനം അകത്തോട്ട് വെക്കണം, വെച്ച് അതിനെ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ ICയിലോട്ട് കൊണ്ടുവന്നു.
ICയിൽ കൊണ്ടുവന്ന് രാത്രിയിൽ അവിടെ കിടത്തിയേക്കാണ്. രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് വന്ന നേഴ്സ് അവരുടേതായ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. രാത്രിയിൽ ബോധമില്ലാതെ നമ്മൾ കിടക്കുവാണല്ലോ. അവർ പെട്ടെന്ന് എനിക്ക് IV തരികയാണ്. പെട്ടെന്ന് സ്പീഡിലാണ് IV തരുന്നത്. അപ്പം എൻ്റെ ശരീരം മൊത്തം ട്യൂബാണ്. പെട്ടെന്ന് എൻ്റെ ശരീരത്തൂടെ പെട്ടെന്ന് ഒരു കറണ്ട് പാസ് ചെയ്യുന്ന പോലെ എനിക്കങ്ങ് തോന്നി. ഞാൻ പെട്ടെന്ന് ഈ 2 സൈഡിലും കമ്പി വെച്ചിട്ടാണല്ലോ നമ്മളെ കിടത്തുന്നത്. ഞാൻ ആ 2 കമ്പിയിലും പിടിച്ച് ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് ഞാൻ സിസ്റ്ററിന്റെ കയ്യിലോട്ട് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് 2 വയസ്സുള്ള, അപ്പോഴെന്റെ മോൾക്ക് 2 വയസ്സായി. എന്റെ 2 വയസ്സുള്ള മോളുണ്ട് എനിക്ക് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് വല്ലാതെ, ഇത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഞാൻ ദേഹം തളർന്നുപോയി. കാരണം എന്താണെന്നറിഞ്ഞൂടാ, എനിക്ക് ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. ശരീരം വല്ലാതെ കുഴഞ്ഞ് പെട്ടെന്ന് എന്റെ മുന്നിൽ കൂടെ എന്റെ മാതാപിതാക്കള്, എന്റെ സഹോദരങ്ങള്, എന്റെ കുഞ്ഞൊക്കെ ഇങ്ങനെ പാസ് ചെയ്തു പോയി. മനസ്സിലായി ഞാൻ പോവാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ ശരീരത്ത് മരുന്നുകളൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പൊ തന്നെ രാത്രി തന്നെ സിസ്റ്റർ ഡ്യൂട്ടി ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ച് അവർ ഓടി വന്നു. എന്നെ ശരീരത്തൊക്കെ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എനിക്ക് കണ്ണടയ്ക്കാൻ അവർ പറഞ്ഞു, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ മനസ്സിൽ ഞാൻ കണ്ണടച്ചാൽ അതുവഴി ഞാൻ അങ്ങ് പോകും എന്നുള്ള പേടി എന്റെ ഉള്ളിൽ വന്നു. അപ്പൊ അവര് പറഞ്ഞു, ഇല്ല ഉറങ്ങിക്കോ, അവരെനിക്ക് ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ തന്നു. പക്ഷെ എനിക്ക് കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല. കണ്ണടച്ചാൽ ഞാൻ ഉറങ്ങുന്നതിന്റെ കൂടെ എന്റെ ജീവൻ പോകുമെന്നുള്ളൊരു പേടിയായിപ്പോയി. അന്നത്തെ ദിവസം സിസ്റ്റർ എന്റെ അടുത്തിരുന്ന ഡ്യൂട്ടി ഡോക്ടർ, നൈറ്റിലെ ഡോക്ടർ സിസ്റ്ററും ഉറങ്ങിയിട്ടില്ല. കാരണം ഞാനും ഉറങ്ങുന്നില്ല. ഞാൻ ഉറങ്ങാതെ അവർക്ക് ഉറങ്ങാനും പറ്റില്ല. ബാക്കിയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ രാവിലെ ആയപ്പം പിന്നെ നേരം വെളുപ്പിച്ചു. രാവിലെ ഡോക്ടേഴ്സ് വന്നു. 2 ദിവസം എന്നെ അവിടെ കിടത്തി. പെട്ടെന്ന് റൂമിൽ നിന്ന് വാർഡിലോട്ട് മാറ്റി. വാർഡിൽ മാറ്റിയിട്ട് സാധാരണ നോർമൽ വേയിൽ കൂടെ മോഷനും ഗ്യാസും പോയാലേ അവൻ നമ്മുടെ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. 5 ദിവസം കഴിഞ്ഞ് സാധാരണ എപ്പോഴും വിടേണ്ടതാണ്. 5 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് മോശം പോകുന്നില്ല. 6-ാം ദിവസമായി. ഓരോ ദിവസം കഴിയുന്നു. കഴിക്കുന്ന മരുന്നുകളെല്ലാം ഇഞ്ചക്ഷൻ ചെയ്യുന്ന മരുന്നുകളെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചു വരികയാണ്. ഛർദിച്ച് ഒരു പച്ച താളി എങ്ങനെയാണോ അതുപോലെയാണ് നമുക്ക് ഛർദിക്കുന്നത് ദേഹത്തൂടെ. അവസാനം അവർ വായിൽ ട്യൂബ് ഇട്ടു, മൂക്കിൽ ട്യൂബ് ഇട്ടു, വയറിൽ അല്ലാതെ തന്നെ ഓൾറെഡി ട്യൂബുകളെല്ലാം കിടപ്പുണ്ട്. ഒരിക്കലും RCCയിൽ ബൈസ്റ്റാൻഡേഴ്സിനെ കൂടെ നിർത്തില്ല. കാരണം ഈ ഓപ്പറേഷൻ ചെയ്ത വാർഡ് ഭയങ്കര ഹൈജീനിക് ആണ്. വെളിയിൽ നിന്ന് ആരെയും കേട്ടില്ല. പേഷ്യൻസിനെ അല്ലാതെ ഒരു ടൈമുണ്ട്. ആ സമയത്ത് നമ്മളെ വന്ന് കുളിപ്പിക്കുക, അവർ പോവുക. പക്ഷെ അവർക്ക് മനസ്സിലായി എന്റെ സ്റ്റേജ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ ആരെയും നിർത്തണമെന്ന് പറഞ്ഞ് എന്റെ ചേച്ചിനെ കൂടെ നിർത്തി. ആ വാർഡിൽ എന്റെ കൂടെ എന്റെ ചേച്ചി മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച രാവിലെ ആയപ്പോൾ ആംഗ്യത്തിലേ എനിക്ക് സംസാരിക്കാനും പറ്റുന്നുള്ളൂ. ഞാൻ പറഞ്ഞു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം എന്നൊക്കെ ഞാൻ കൊണ്ട് പറഞ്ഞ ചേച്ചിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഒരു തുള്ളി വെള്ളം വായിലോട്ട് ഒഴിച്ചാൽ അത് ഛർദ്ദിക്കുകയാണ്. എന്റെ മനസ്സിൽ തോന്നി പ്രാർത്ഥനയിൽ മാത്രമേ ഇതിനൊരു പൂർണ്ണമായിട്ടൊരു വിജയം ഉള്ളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അടിക്കടി ഉണ്ടാകുന്ന ഈ അനസ്തേഷ്യയുടെ ബുദ്ധിമുട്ട്, മരുന്നിന്റെ ബുദ്ധിമുട്ട് എല്ലാം എന്റെ ശരീരത്തിൽ താങ്ങാൻ പറ്റുന്നില്ല. ചേച്ചി പറഞ്ഞു, ഡോക്ടേഴ്സും നഴ്സുമാരും ചോദിക്കും കൂടെ ബൈസ്റ്റാൻഡർ വേണം, എന്തെങ്കിലും ബുദ്ധിമുട്ടായ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ചേച്ചിയെ പറഞ്ഞു വിട്ടു. അന്ന് അവള് പള്ളിയിൽ ആരാധന, എനിക്ക് വേണ്ടിയിട്ടുള്ള ആരാധനയാണ് സഭയില്. അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും സഭയിൽ നിന്ന് 2 കർത്താവിന്റെ ദാസിന്റെ സഹോദരനും കൂടെ കാണാൻ വേണ്ടി തന്നെ അവിടെ വന്നു. ഞാനപ്പം മാങ്ങെത്തി പറയുന്നു, ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് പ്രാർത്ഥിച്ച് തരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അങ്കിള് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് എനിക്ക് പ്രാർത്ഥിച്ചു. അതിന് 2 സ്പൂണ് എനിക്ക് തന്നു വായില്. ഡോക്ടറും സിസ്റ്റർമാരൊന്നും കണ്ടില്ല, കാരണം എനിക്ക് അങ്ങനെ തരാൻ പാടില്ല. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്, ദൈവം എന്നെ ശക്തീകരിക്കുമെന്ന്. അത് തന്ന് കുറച്ച് കഴിഞ്ഞ് അവരൊക്കെ പോയി. ഒരു 4-5 മണിയൊക്കെ ആയപ്പോൾ എന്റെ വയറ്റിനകത്തൂടെ ഇങ്ങനെ ഗ്യാസ് പോലെ സാധനം ഇങ്ങനെ ഉരുണ്ട് വരുന്ന പോലെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോഴേക്കും ഗ്യാസ് പുറത്തോട്ട് പോയി. അങ്ങനെ വരണം, ഗ്യാസ് ഡോക്ടേഴ്സ് വന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും നോർമൽ വേയിൽ കൂടെ മോഷൻ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഉടനെ തന്നെ ഡോക്ടറിനെ വിളിച്ചു. ചേച്ചി ഓടിച്ചെന്നു. പെട്ടെന്ന് തന്നെ അവരെന്റെ ദേഹത്തുള്ള എല്ലാ മൂക്കിലും വായിലും എല്ലാ ട്യൂബുകളും മാറ്റി. വൈകുന്നേര സമയം ട്യൂബ് മാറ്റി. പക്ഷെ പിന്നീടാണ് എനിക്കൊരു തിരിച്ചറിവുണ്ടായത്. എനിക്ക് മോഷൻ പോകുന്നതിന് സെൻസേഷൻ ഇല്ലാതായിപ്പോയി. ഒരു പ്രസവിച്ചൊരു കുഞ്ഞ് എങ്ങനെയാണോ അതുപോലായിരുന്നു എന്റെ അവസ്ഥ. കാരണം എന്റെ അവിടുത്തെ എല്ലാ സെൻസേഷനും പോയി. എനിക്കറിയില്ല മോശം പോകുന്നത്, എനിക്കറിയില്ല. തന്നെ നടക്കുമ്പോഴേക്കും നമ്മൾ പ്രായമായവരും അല്ലെങ്കിൽ പൊടി കൊച്ചുങ്ങളും പോകുന്നത് എങ്ങനെയാണോ അതുപോലെ. അപ്പോഴേക്കും ഞാൻ ദൈവമേ എനിക്ക് തന്നത് ഇങ്ങനെയാണോ? ഞാൻ എങ്ങനെ പുറത്തിറങ്ങും? ഞാൻ വീട്ടിൽ നിന്ന് മറ്റുള്ളിടത്ത് പോകും എന്ന്. ഇപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞു, അത് കുറച്ച് ദിവസം എടുക്കും. നമ്മൾ പ്രസവിച്ചൊരു കുഞ്ഞ് എങ്ങനെയാണോ അതുപോലെയാണ് ലിൻസിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് തകർന്നു പോയി. കാരണം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പോയി നിൽക്കും? അപ്പോഴേക്കും കൊറോണയുടെ ഒക്കെ സമയമായി.
ആ ഒരു കൊച്ചു കുഞ്ഞ് എങ്ങനെയാണോ ജീവിതത്തിലെ ബാലപാഠങ്ങളിൽ വന്ന് വന്ന് ഓരോ സ്റ്റെപ്പുകൾ കയറുന്നത് പോലെ ഞാൻ ജീവിതത്തിൽ ഡയപ്പർ യൂസ് ചെയ്തു. പിന്നെ എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ഞാൻ അതിനു വേണ്ടി പാകപ്പെടുത്തി. അത് എൻ്റെ ശരീരത്തിൽ നിന്ന് അത് പോകുന്നതിൻ്റെ രീതിയിൽ എൻ്റെ ബ്രെയിനിൽ കൺട്രോൾ അത് എനിക്ക് ദൈവം തന്ന കഴിവാണെന്ന് തോന്നുന്നത്. പെട്ടെന്ന് എനിക്കത് റിക്കവർ ആയി തുടങ്ങി. കോൺസ്റ്റിപ്പേഷൻ വരാൻ പാടില്ല എൻ്റെ ശരീരത്ത്. ഇതൊക്കെ ഡോക്ടേഴ്സ് എന്നെ പറഞ്ഞാണ് വിട്ടത്. അതൊക്കെയും ഒത്തിരി ബുദ്ധിമുട്ടി. ഒത്തിരി ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിന്റെ താളം തന്നെ തെറ്റുന്നൊരവസ്ഥയാണ്. കാരണം നമ്മളെ യൂറിൻ പോകുന്ന പോലല്ല മോഷൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് പോകുമ്പോൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ വരിക എന്ന് പറഞ്ഞ് പകുതിക്ക് പോലും ഞാൻ വഴിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. കാരണം പൊതുമധ്യത്തിൽ ഇതൊക്കെ പോയി എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥ. ഈ പ്രായത്തിൽ ദൈവമേ ഞാൻ പരസ്യ കോലമായി പോകുമോ, എൻ്റെ ഒരു ജോലി ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നൊക്കെ ഓർത്തു. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ കരുണ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴൊക്കെ ചിന്തിക്കുന്നുണ്ട്, എന്നെ കാണാമെന്ന് പലര് പോലും ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇല്ല. ഞാനത് വലിയ ശ്രേഷ്ഠതയോടെ പറയുന്നതല്ല. അവരും പലരും പല രോഗങ്ങളാ. എന്നെക്കാട്ടി ചെറുപ്പക്കാര് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന് എന്നെ കണ്ട് കെട്ടിപ്പിടിച്ചൊരു അമ്മാമ്മ. ഞാൻ കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠിച്ചതാ. അവിടെ അവിടുന്ന് എന്നെ കാണാൻ വേണ്ടിയാ പുള്ളിക്കാരി വന്നത്. പുള്ളിക്കാരി പിറ്റേ ആഴ്ച RCCയിൽ വന്നു. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. 90 ദിവസമാണ് പുള്ളിക്കാരി ജീവനോടെ ഇരുന്നത്. ഞാൻ മേളില്, പുള്ളിക്കാരി താഴെ ട്രീറ്റ്മെന്റിലാണ്. എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നവരാണ്. ഞാൻ എപ്പോഴും ഇപ്പോഴും അച്ഛൻ ഒറ്റയ്ക്കാണ്. അപ്പൊ പലപ്പോഴും പറയും, നിന്നെ കാണാൻ വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ അറിയുന്നില്ല ഇവൾക്ക് ഈ അസുഖമാണെന്ന് പോലും. ഞാൻ പറഞ്ഞത് ശ്രേഷ്ഠതയെ കുറിച്ചല്ല. ദൈവം ഒരാൾക്ക് പറഞ്ഞിരിക്കുന്നതായ ഒരു സമയമുണ്ട്. ആ സമയത്തെ ദൈവം നമ്മളെ ഇവിടെ നിന്ന് മാറ്റത്തുള്ളൂ. നമ്മളെ രോഗമാകട്ടെ, ബലഹീനരാകട്ടെ, നമുക്ക് പല രീതിയിലും നമ്മൾ അവസ്ഥയിൽ കൂടെ കടന്നു പോകാം. ഒരു സ്വർഗത്തിലെ തമ്പുരാനെ നമുക്ക് വേണ്ടിയിട്ട് സമയം പറഞ്ഞിട്ടുള്ള സമയം വരെ ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുകയും വിനിയോഗിക്കുകയും വേണ്ടിയിട്ട് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞ് പഴയതുപോലെ എൻ്റെ ശരീരമെല്ലാം ക്രമപ്പെടുത്തി ഞാൻ കൊണ്ടുവന്നു. മോളെ വളർത്തിക്കൊണ്ട് വരേണ്ടതായ ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും പെട്ടെന്ന് 2 വർഷത്തിന് മുമ്പ് എല്ലാ മാസം 6 മാസം അതിന് കഴിഞ്ഞ് എല്ലാ 6 മാസം ഞാൻ RCCയിൽ ഫോളോ അപ്പിന് പോകുന്നുണ്ട്. ഫോളോ അപ്പിന് ചെല്ലുമ്പോഴൊന്നും കുഴപ്പമില്ല. ഓരോ 6 മാസം കഴിയുമ്പോൾ നമ്മൾ എല്ലാ ടെസ്റ്റുകളും ചെയ്യിപ്പിക്കും. അപ്പൊ അടുത്ത 6 മാസത്തേക്ക് എഴുതി തരും. അങ്ങനെ ഞാൻ വന്ന് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് എൻ്റെ വയറിൽ ഈ ബാഗ് ഇട്ടിരുന്ന എൻ്റെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ തള്ളി തള്ളി വരുന്നൊരവസ്ഥ. അപ്പം ഡോക്ടറിനെ ഞാൻ കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ അവർ നോക്കുമല്ലോ. അപ്പൊ നോക്കിയപ്പോ എന്താണ്, ഞാൻ കൊളോട്സമി ബാഗ് ഇട്ടിരിക്കുന്നതിന്റെ അവിടെ എൻ്റെ ശരീരത്തിന്റെ ആ എന്തുവാ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ട് കുടലെല്ലാം കൂടെ തള്ളി പുറത്തോട്ട് വന്നു. അങ്ങനെ ഹെർണിയ എന്ന് പറയും സാധാരണ, പക്ഷെ അതല്ല, ഇൻസെർഷ്യൽ ഹെർണിയ എന്നാണ് അവര് ഈ മെഡിസിൻ നെയിം പോലെ പറയുന്നത്. കാരണം ഈ ബാഗ് ഇട്ട സ്ഥലത്തെ അവിടുത്തെ ഇതെല്ലാം എന്താ പറയണ്ട, ബലമെല്ലാം നഷ്ടപ്പെട്ടു. അപ്പം അതിന് അവിടെ നിൽക്കാനുള്ള അതില്ലാത്ത കാരണം തള്ളി തള്ളി വന്നു. അപ്പം നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ വെയിറ്റ് ഒക്കെ എടുത്തോണ്ടായിരിക്കാം, എന്തായാലും തള്ളി വന്നു. ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. എന്തായാലും അവർ തന്നെ അവിടെ നേരെ മെഡിക്കൽ കോളേജിലോട്ട് വിട്ടു. മെഡിക്കൽ കോളേജ് ചെന്ന് ഡോക്ടേഴ്സിനെ കണ്ടു, സർജനെ കണ്ടു. അവർ പറഞ്ഞു നമുക്കൊരു കീ ഹോൾ ചെയ്യാം. കാരണം വയറിൽ 2-3 ഓപ്പറേഷൻ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിനിയിപ്പം അതുപോലെ ഇത്രയും അനസ്തേഷ്യ തന്നിട്ടുണ്ട് ബോഡിയിൽ. അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും ശരീരത്തിലുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് കീ ഹോൾ തന്നെ ചെയ്യാം, ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റത്തില്ല വയറിൽ. കാരണം ബോഡി വീക്കാണ്, ഇത്രയും ഓപ്പറേഷനൊക്കെ ശരീരത്തിൽ ഏറ്റതാണ്. അതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം. RCCന്നുള്ള പേപ്പേഴ്സ് എല്ലാം അവര് എഴുതി വിട്ടു. സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് എനിക്ക് അവിടെ ഈ ലിവറിന്റെ ഭാഗത്തൊക്കെ സ്കാൻ ചെയ്തപ്പം ചെറിയ ഫോളിപ്പ് പോലെ കണ്ടു. ഈ ഫോളിപ്പ് കണ്ടപ്പോൾ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിനൊരു പേടി. ഈ ഫോളിപ്പ് കണ്ടപ്പം ഇനി എന്തെങ്കിലും ശരീരത്തിൽ ക്യാൻസറിന്റെ സെൽസ് ഇനി വല്ലതും ഉണ്ടോ എന്നറിയില്ല. പിന്നെ അവരെന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ട് പിന്നെയും RCCയിലോട്ട് പറഞ്ഞു വിട്ടു. എന്റെ കൂടെ വരുന്ന എന്റെ ചേച്ചിയാണ് എന്നെ ആശുപത്രിയിലെല്ലാം വരുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പം ഡോക്ടർ ബൈസ്റ്റാൻഡറിനെ വിളിക്കണമല്ലോ, അവരുടെ അടുത്തല്ലേ പറയേണ്ടത്. ഞാൻ നോക്കുമ്പോൾ ബൈസ്റ്റാൻഡർ തളർന്ന് അവിടെ കരഞ്ഞു കിടക്കുന്നതാണ്. പക്ഷെ ദൈവം അവിടെയല്ലേ എനിക്കൊരു ബലം തന്നതാണ്. ഞാനാണ് എന്റെ ചേച്ചിനെ ധൈര്യപ്പെടുത്തുന്നത്. പലപ്പോഴും അവള് എന്ന് വെച്ചാൽ എന്നെ ഈ അവസ്ഥയെ കാണാൻ അവർക്ക് പറ്റുന്നില്ല. പിന്നെയും പിന്നെ എന്താ ഇവർക്ക് ഇങ്ങനെ വരുന്നേ. പക്ഷെ അവിടെ എല്ലാം ഓരോ സ്റ്റെപ്പായിട്ട് ദൈവം അങ്ങോട്ട് നടത്തുമായിരുന്നു. അപ്പൊ ഓപ്പറേഷൻ ചെയ്തു, കീ ഹോൾ ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് അവരതിനകത്ത് മെഷ് ഇട്ടു, കറക്റ്റ് ലെവലിലോട്ടൊക്കെ വെച്ചു. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇതങ്ങ് പൊട്ടി. അത് എന്താന്ന് എനിക്കറിയില്ല. ഫുൾ പൊട്ടി, ഇരട്ടിയായിട്ട് ഇതെല്ലാം കൂടെ പുറത്തോട്ട് വന്നു. നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യാത്ത ഒരു ബൈൻഡറിന്റെ സഹായത്തോടെ ഞാൻ വലിച്ചു കെട്ടിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇനിയും മെഡിക്കൽ കോളേജിൽ പോകാൻ എനിക്ക് ബുദ്ധിമുട്ടായി. RCC ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ അത് ചെയ്യണം. ഇവിടെ RCC ചെയ്യത്തില്ല, ക്യാൻസർ സെൽസ് ഇല്ലാത്തതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ തിരിച്ച് ഞാൻ പിന്നെയും തങ്കരാജ് സാറിന്റെ അടുത്ത് പോയി. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു ഡോക്ടറാണ് തങ്കരാജ് സാർ, സർജനെ കാണാൻ വേണ്ടി പോയി.
സാറിനെ കണ്ടപ്പോൾ സാർ എല്ലാ ഇതും കണ്ടിട്ട് പറഞ്ഞു, ഒരിക്കലും ഒരു 6 മാസം പോലും ആകാത്തത് ഇതിങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഒരു മെഷ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും വരത്തില്ല, ഒന്നുകിൽ ചെയ്തതിന്റെ അപാകതയായിരിക്കും, മെഡിക്കൽ കോളേജ് അല്ലേ, ഒരാരാ ചെയ്യുന്ന പോലും നമുക്ക് അറിയത്തില്ല, നമ്മൾ ഒരു അനസ്തേഷ്യ നമ്മൾ മയങ്ങി കിടക്കുവാണ്. എന്തായാലും എനിക്ക് ജീവനെ തിരിച്ചു കിട്ടി. കാരണം ആ ദിവസങ്ങളിലൊക്കെ ഞാൻ പത്രത്തിൽ വായിക്കുമ്പോഴെല്ലാം വായിക്കുന്ന ഹെർണിയ മൂലം ശസ്ത്രക്രിയയുടെ രോഗി മരിച്ചു. മെഡിക്കൽ കോളേജിലെ അവസ്ഥയാണ്. അവിടെ പേഷ്യന്റിനെ ജൂനിയർ ഡോക്ടേഴ്സ് ആണോ സീനിയർ ഡോക്ടേഴ്സ് ആണോ ചെയ്യുന്നത് പോലും നമുക്കറിയത്തില്ല. എന്നെ വിട്ടതൊരു സീനിയർ ഡോക്ടറിന്റെ അടുത്ത് പോലുമാണ്. സാറിനെ കൊണ്ട് കാണിക്കുമ്പോൾ സാറ് പറഞ്ഞു, ഇങ്ങനെ ഒരിക്കലും വരില്ല, എന്തായാലും നമുക്ക് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ, ഓപ്പൺ സർജറി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഹൈ റിസ്ക് ആണ്, ഇത്രയും വലിയ ഓപ്പറേഷൻസ് ഒക്കെ ഈ ശരീരത്തിൽ ഏറ്റതാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ എൻ്റെ ബ്രദറിനെ വിളിച്ചു വരുത്തി. അവൻ നഴ്സിംഗ് ഫീൽഡാണ്, അവനും വന്നു ഡോക്ടറുമായിട്ട് സംസാരിച്ചു. അവര് ഡോക്ടർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി. എൻ്റെ ശരീരത്തിന്റെ ഓപ്പറേഷന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അവർക്കെല്ലാം അറിയാം. കാരണം ഇത് കീമോ ചെയ്തതാണ്, റേഡിയേഷൻ ചെയ്തതാണ്, അനസ്തേഷ്യ തന്നെ 7ാമത്തെ അനസ്തേഷ്യ ഇനി തരാൻ പോകുന്നത്. ഈ അനസ്തേഷ്യ എല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്തായാലും ഈ വർഷം മാർച്ച് 20-ാം തീയതി പിന്നെ ഒരു വലിയൊരു ഓപ്പറേഷന് ഞാൻ വിധേയയായി. ജനറൽ ഹോസ്പിറ്റലില് അവിടെ വെച്ച് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോഴ് മെഷൊക്കെ ഇട്ടിരിക്കുകയാണ്. 5 മാസം കഴിഞ്ഞു. പക്ഷെ സ്വർഗത്തിലെ ദൈവം അവിടെ എല്ലാം എന്നെ നടത്തി. എന്നെ കണ്ടാൽ ഈ രോഗം ഉള്ളതാണെന്ന് ആരും പറയത്തില്ല. ഞാൻ പറഞ്ഞാലേ പലർക്കും ഈ അസുഖം ഉണ്ടെന്ന് പോലും. അതൊക്കെ തന്നെയാണ് എന്റെ സാക്ഷ്യം. ഞാൻ എപ്പോഴും എല്ലാവരും ഞാനൊരു അത്ഭുതമാണ് എന്റെ വീട്ടുകാർക്കും എന്റെ സഭക്കാർക്കും എല്ലാവർക്കും. കാരണം എനിക്ക് അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കാനോ ഒന്ന് കൂട്ടാനോ പറ്റത്തില്ല. ഞാൻ അനുഭവിച്ചതാണ് ഇതെല്ലാം. എന്റെ ജീവിതത്തിലെ അനുഭവത്തിൽ കൂടെയാണ് ഞാൻ ദൈവത്തെ അറിഞ്ഞത്. ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എന്റെ സഹോദരങ്ങളോ ആർക്കെങ്കിലും ആണ് ഇത് വന്നിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ലായിരിക്കും. അവർ തന്നെ എന്നോട് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ല, കാണാൻ പോലും പറ്റുന്നില്ല. എന്റെ സഹോദരിയാണ് RCCയിലെ എല്ലാ കാര്യങ്ങളും, ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളൊക്കെ ഓടി നടന്നത്. എന്റെ ചേച്ചി എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ് RCC, അവിടെ ഞാൻ പോകരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്റെ ചേച്ചിക്ക് അതിനുള്ള എല്ലാ മുക്കും മൂലം എവിടെയാണെന്ന് അറിയാം. ഞങ്ങള് അവിടെ ഇപ്പം ഞാൻ എല്ലാ 6 മാസം കൂടുമ്പോഴും എനിക്കിനി ട്രീറ്റ്മെന്റ്സ് ഒക്കെ 6 മാസം കൂടുമ്പോൾ ഫോളോ അപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ സ്വർഗസ്ഥനായ ദൈവമാണ് എന്നെ ഇപ്പോഴും നിർത്തിയിരിക്കുന്നത്. കാരണം ദൈവം അറിയാതെ നമ്മുടെ തലയിൽ നിന്നൊരു മുടി പോലും താഴെ വീഴത്തില്ല. ഞാൻ പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കും. എന്റെ മോക്ക് എന്റെ ദൈവം, എന്റെ വയറിൽ ക്യാൻസർ ഉള്ളപ്പോൾ ദൈവം ഒരുക്കും. ഞാൻ പലരോടും സാക്ഷ്യം പറഞ്ഞ ഒരു കാര്യമാണ്, തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ദൈവം നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ തരും തന്നെയാണ്. എന്റെ വയറിലെ ക്യാൻസർ സെല്ല് വളരുന്നതോടൊപ്പം ഒരു കുഞ്ഞ് എന്റെ കൂടെ വന്നു. ബ്ലീഡിങ് ഉണ്ടായിട്ട് അതിനകത്തുനിന്ന് ദൈവം ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ എനിക്ക് ദൈവം തന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് ക്യാൻസർ എന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ കീമോയും റേഡിയേഷനും ചെയ്തപ്പോൾ എന്റെ യൂട്രസ് എല്ലാം ചുരുങ്ങി. ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കുഞ്ഞുണ്ടാകത്തില്ല എന്ന്. അപ്പൊ ഇതെല്ലാം തന്നിട്ടാണ് ദൈവം ഇതൊക്കെ ചെയ്തത്. ഇന്ന് 33-ാമത്തെ വയസ്സിൽ എന്റെ യൂട്രസ് എല്ലാം തന്നെ ചുരുങ്ങി. ഇപ്പം ഞാൻ മെനോപാസ് ആണ്, എനിക്ക് പീരിയഡ്സ് ആയതിനു ശേഷം വന്നിട്ടില്ല. അപ്പൊ സ്വർഗത്തിലെ തമ്പുരാന് നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ എത്ര കഠിന ശോധനയിലും നമുക്ക് തന്നിട്ടേ ദൈവം നമ്മളെ നിർത്തത്തുള്ളൂ. അത് ഞാൻ അനുഭവിച്ചും രുചിച്ചു. എന്റെ മോക്ക് ഇന്ന് 9 വയസ്സുണ്ട്, അവിടെ 4-ാം ക്ലാസ്സിൽ പഠിക്കുക. ഞാൻ എപ്പോഴും എന്റെ മോളോടും അവളെ എപ്പോഴും എന്ന് വെച്ചാൽ എന്റെ കുഞ്ഞ് കേൾക്കുന്നതാണ് എന്റെ ഈ സാക്ഷ്യം. എന്റെ വീട്ടുകാർക്കറിയാം, എന്റെ സഭക്കാർക്കറിയാം. ഇന്നും ഞാൻ പലയിടത്തും സാക്ഷ്യമായിട്ട് നിൽക്കുന്ന ഒരൊറ്റ കാര്യമേ പറയത്തുള്ളൂ, തലമുറകളില്ലാത്തവര് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ തമ്പുരാനിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം തരിക തന്നെ ചെയ്യും. അത് ഏത് ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോയാലും. തീച്ചൂളയുടെ നടുവിലെ ഞാൻ തന്നെ വിചാരിച്ചു, ഞാൻ ഇത് എങ്ങനെ തിരിച്ചു വരും, ഞാൻ എങ്ങനെ പഴയ ഒരു രീതിയിലേക്ക് ഞാൻ കടന്നു വരും. ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടുണ്ട്. എന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ പലരും വഴിയിൽ വെച്ച് പോയി. കൂടെ കാണുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെയൊക്കെ ഞാൻ പെട്ടെന്ന് ഞാൻ തളർന്നു പോകുമായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ദൈവം എന്നെ ബലപ്പെടുത്തി. മുന്നോട്ട് പോകാനുള്ള ശക്തി എനിക്ക് ദൈവം തന്നു. ഞാൻ ഇപ്പോഴും ഞാൻ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ എനിക്ക് സഹിപ്പാനുള്ള ദൈവം തന്നു. പക്ഷെ അതൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ, ദൈവത്തിൽ നമ്മളെ പൂർണ്ണമായിട്ട് നമ്മളെ വിശ്വസിച്ച ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവം അല്ല. അത് എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കുകയും രുചിക്കുകയും. കാരണം ഞാൻ അനുഭവിക്കുന്ന ഈ സാക്ഷ്യം എന്റെ വീട്ടുകാർക്കും ഉള്ളൊരു സാക്ഷ്യമാണ്, എന്നെ കുറിച്ച് പറയാനുള്ള സാക്ഷ്യം. കാരണം അവർ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്റെ സഭക്കാർ എന്റെ കണ്ണുകൊണ്ട്, എന്റെ ഓരോ സ്റ്റേജുകളും കണ്ണുകൊണ്ട് കണ്ടവരാണ്. അവരൊക്കെ ഇപ്പോഴും എന്റെ ഓരോ അവസ്ഥ അവർക്ക് സന്തോഷമാണ്. കാരണം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കാരണം കൃപയാലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്റെ ജോലി, ഞാൻ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ദൈവം എന്നെ ബലപ്പെടുത്തുന്നു. ഞാൻ വാഹനം ഓടിക്കുന്നു, ഞാൻ 2 വീലർ വണ്ടിയിൽ പോകുന്നു. അവിടെ എല്ലാം ദൈവത്തിന്റെ കരുണ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെക്കാട്ടിയും ചിലപ്പോഴൊക്കെ ഞാൻ ദൈവസ്ഥാനത്ത് ഡോക്ടർ എൻ്റെ അടുത്ത് ഇപ്പോഴും മെഷിട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഉറക്കെ പാടരുത്, ഉറക്കെ ആരാധിക്കുക, കാരണം ഒരു പ്രഷർ വരാൻ പാടില്ല.
പാസ്റ്റർ എൻ്റെ അടുത്ത് പറയും പ്രിൻസി പാടരുത്. പക്ഷെ നമ്മൾ ആരാய்ച തുടങ്ങുമ്പോൾ ഞാൻ ഇതൊക്കെ അങ്ങ് മറക്കും. കാരണം ഇതിനെയൊക്കെ നിർമ്മിച്ച സ്വർഗത്തിലെ തമ്പുരാനാണ്. അതിനെ നിയന്ത്രിക്കാനും ദൈവത്തിന് അറിയാം. ഞാൻ ഇനി അടങ്ങിയിരിക്കത്തില്ല. ഞാൻ ആദ്യമൊക്കെ ഒരു ഹല്ലേലൂയ സ്തോത്രം ആരാധനയ്ക്ക് പോയി നിന്ന് പതുക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ RCCക്ക് അകത്ത് ആ ഓപ്പറേഷൻ തിയേറ്റർ ICUവിനകത്ത് കിടന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. ദൈവം എന്നെ ഒരു പുതിയ ജീവനോടെ എന്നെ പുതിയ സൃഷ്ടിയായിട്ട് പുറത്തോട്ട് ഇറക്കുകയാണെങ്കിൽ ഞാൻ ലജ്ജ കൂടാതെ അനേകം മധ്യ ലജ്ജയില്ലാതെ ഞാൻ ദൈവത്തെ ആരാധിക്കും. ഇന്ന് ഹല്ലേലൂയയും സ്തോത്രവും ഒന്നും പറയുന്നതിന് എനിക്കൊരു ലജ്ജയില്ല. കാരണം വിടിവിച്ചത് എന്നെയാണ്, അനുഭവിച്ചത് ഞാനാണ്, സ്വർഗത്തിലെ തമ്പുരാൻ തൊട്ടത് എന്നെയാണ്. പിന്നെ ഞാൻ എന്തിനെ ലജ്ജിക്കണം? ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ വേറെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ അവരൊക്കെ റോഡുകളിൽ പോയിരുന്ന് അവരുടേതായ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ലജ്ജയില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലരും പള്ളിയിൽ വന്നിരുന്ന് ആരാധിക്കാനും സ്തോത്രം പറയാനൊക്കെ ഞാൻ പണ്ട് ലജ്ജിച്ചവളാണ്. പക്ഷെ ആ ലജ്ജയെ ദൈവം എനിക്ക് മാറ്റി തന്നു. കാരണം മരണത്തിന്റെ അന്ധകാര ശക്തിയിൽ നിന്ന് വിടുവിച്ച ദൈവത്തിനെ ഞാൻ എന്ത് ആരാധിക്കാൻ ഞാൻ ലജ്ജിക്കണം? ദൈവത്തിന്റെ സന്നിധിയിൽ ലജ്ജിക്കാൻ ഞാൻ ആരാധിക്കാൻ ഒരു മടിയും കാണിക്കത്തില്ല. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അറിയുന്നിടത്ത് എല്ലാം ഞാൻ പറയും, ലജ്ജയില്ലാതെയാ ദൈവത്തെ നമ്മൾ ആരാധിച്ചാൽ ലജ്ജയില്ലാതെ ദൈവം മാനിക്കുന്നൊരു ദൈവമാണ്. അത് ഞാൻ ഈ ദിവസങ്ങളിൽ ഈ എത്ര കാലമാണോ ഈ ഭൂമിയിൽ ഞാൻ ശേഷിക്കുന്നത് അത്രയും കാലം ദൈവത്തിന് വേണ്ടി തന്നെ ഒരു സാക്ഷ്യമുള്ളവളാക്കി തീർക്കണം. അനേകർക്ക് മുമ്പിൽ ഞാൻ RCCയിൽ എല്ലാ 6 മാസം കൂടുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഫോളോ അപ്പിന് ഞാൻ പോകുന്നവളാണ്. ഇപ്പോഴൊന്നും കൊറോണയ്ക്ക് ശേഷം ബൈസ്റ്റാൻഡേഴ്സിനെ ഒന്നും കയറ്റത്തില്ല. കൂടെ ഒരാളെ മറ്റേ 2-3 പേരെ കയറ്റുമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോഴും പോകുന്നത്. എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല. അവിടെ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി എന്നെ തടഞ്ഞു നിർത്തിട്ട് ചോദിക്കും, എന്തിയാ പേഷ്യന്റ്? ഞാൻ പറയും, ഞാനാണ് പേഷ്യന്റ് എന്ന്. അപ്പൊ അവരെന്നെ അന്നം വിട്ടു നോക്കും, ഞാൻ പേഷ്യന്റോ? പക്ഷെ അവിടെ എല്ലായിടത്തും പോവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. നമുക്ക് കാർഡ് ഉള്ളതിനകത്ത് എല്ലായിടത്തും കയറാം. ആ കിട്ടുന്ന സമയം 10 പേര് ഒരാളോട് എനിക്ക് സുവിശേഷം പറയാൻ പറ്റും. ദൈവം എന്നെ വിടുവിച്ച വിടുതലിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഏത് പാതിരാത്രിയിൽ എനിക്ക് RCC ഇതൊക്കെ ഞാൻ വിചാരിക്കുന്ന ദൈവം തന്ന നന്മകളാണ്. ഇതെല്ലാം എനിക്ക് ദോഷമായിട്ടൊന്നും ഭവിച്ചതല്ല. ദൈവം അവിടെയെല്ലാം എന്നെ കയറ്റിച്ചതാണ്. ഇതൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. ഇതൊക്കെ ഒരു പാഠങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ദൈവം ചെയ്ത നന്മകള്, ദൈവം എത്രത്തോളം എന്നെ നടത്തി, ഇത്രയും രോഗ അവസ്ഥയിലും ഇപ്പോഴും പലരെയും കീമോ ചെയ്ത ബോഡി ഇപ്പോഴും നമുക്ക് അസുഖം കഴിഞ്ഞാലും ആ ശരീരത്ത് നമുക്ക് അറിയാൻ പറ്റും അവർക്ക് ഇന്നൊരു അസുഖം വന്നതാണെന്നുള്ളത്. പക്ഷെ ദൈവന്റെ പുഷ്ടിയോടെ ദൈവം നിർത്തിയിരിക്കുന്നു. അതാണ് എന്റെ ദൈവത്തിന്റെ ജീവനുള്ള സാക്ഷ്യമായിട്ട് ഞാൻ നിർത്തിയെന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. പലരും ഞാൻ ഈ സാക്ഷ്യം ലിൻസി സിസ്റ്ററിന് ഇത്രയും രോഗാവസ്ഥയിൽ കൂടെയാണോ കടന്നുപോയത്? ഞാൻ അതാണ് എന്റെ സാക്ഷ്യം. ജീവനുള്ള ദൈവം ജീവനോടെ എന്നെ നിർത്തിയിരിക്കുന്നത്. അതാണ് എന്റെ വലിയൊരു സാക്ഷ്യം. എന്നെ ആരോഗ്യമില്ലാതെ അല്ലെങ്കിൽ തളർന്ന് വീണ് എനിക്ക് നടക്കുവാൻ പോലും കഴിയുന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു ആകുമായിരുന്നു. പലരും എന്നോട് പലപ്പോഴും പറഞ്ഞു, ലിൻസി ഈ കാര്യം ആരോടും പറയരുത്, നാളെ കുഞ്ഞു വളർന്നു വരും, അവളെ ഭാവി അത് ബാധിക്കും, അമ്മ ഒരു ക്യാൻസർ രോഗിയായിരുന്നു എന്ന് പറഞ്ഞ. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ അതൊക്കെ കേട്ടപ്പോൾ പറഞ്ഞ വിശ്വാസികളെ പലരും എന്നോട് പറഞ്ഞായിരുന്നു, ഇതൊന്നും പുറത്ത് ഞാൻ ദൈവം എന്നെ വിടുവിച്ച കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനത് മറക്കണം? ഞാൻ പറയാതെ ഒളിപ്പിച്ചു വെക്കണം? പല ആൾക്കാർ ഈ ക്യാൻസർ എന്ന് പറയുന്ന കാര്യം പറയത്തില്ല. ഞാൻ പറഞ്ഞു, എല്ലാവരോടും പറയും എനിക്ക് ഈ അസുഖം വന്ന് ദൈവം എന്നെ വിടുവിച്ച കാര്യം ഞാൻ 10 പേര് അല്ലെ ഒരാളോട് സുവിശേഷം പറയുന്ന അത് തന്നെ എന്റെ സാക്ഷ്യമല്ലേ? ഞാൻ ഒളിപ്പിച്ചു വെച്ചാൽ എങ്ങനെ അറിയും? ദൈവമഹത്വം എങ്ങനെ എനിക്ക് വർണ്ണിക്കാൻ പറ്റും? എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞതാണ്, നിനക്ക് ഈ അസുഖം വന്നത് നീ എന്ത് ചെയ്തിട്ടാണെന്ന്. എന്ത് ചെയ്തിട്ടെന്നില്ല, ഞാൻ മരിക്കാനല്ല എനിക്ക് ഈ രോഗം വന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. നാളെ എന്താകുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ സ്വർഗത്തിലെ തമ്പുരാൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാവുന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞു. ഞാൻ ശക്തീകരിച്ച് ദൈവം എന്നെ നടത്തുന്നത് ദൈവത്തിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുവാനാണ്. കർത്താവിന്റെ ദൂതൻ എന്റെ ഭവനത്തിൽ കയറി വന്നെന്ന് പറഞ്ഞതാണ്. നീ അനേകർക്കൊരു പ്രയോജനമുള്ളവളായിത്തീരും, നീ അനേകർക്കൊരു സാക്ഷ്യമുള്ളവളായിത്തീരും. ആ സാക്ഷ്യത്തിനായിട്ടാണ് എന്നെ ഭവനത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചത്. ഞാൻ വെറുതെ ഇരിക്കേണ്ടവളല്ല എന്ന് ദൈവത്തിന് തോന്നി. ഇന്ന് ഈ പകൽക്കാലം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. കരഞ്ഞ് നിരാശപ്പെടും, രോഗമോ പ്രയാസം വന്ന കാലം മാനുഷികമായാണ് നമ്മൾ ബലഹീനരാണ്, നമ്മൾ കരഞ്ഞു പോകും, നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും, നമ്മൾ ഭാരപ്പെടും, എങ്ങനെ നമ്മൾ മുന്നോട്ട് ജീവിക്കുമെന്ന്. പക്ഷേ ദൈവത്തിൽ വിശ്വാസിച്ചാൽ, ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ ദൈവം വഴി ഒരുക്കും. അവൻ ആഴികൾ വഴിയൊരുക്കുന്ന ദൈവം എന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. ആ ആഴികളിൽ തന്നെ നമ്മൾ വിശ്വസിക്കണം. പലർക്കും പറ്റിപ്പോകുന്നൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ദൈവത്തെ മറക്കുന്നൊരവസ്ഥ. അല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ദൈവം നമുക്ക് വേണ്ടി നമ്മളെ നിത്യജീവനായ ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവം, നമ്മുടെ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിച്ച ദൈവം നമ്മുടെ മധ്യ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്ന് അനേകരുടെ മധ്യ ഒരു സാക്ഷ്യമായിട്ട് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഇനിയും എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് അനേകർക്ക് ഇതൊരു വിടുതലും ആശ്വാസവും അനുഗ്രഹവും സന്തോഷവുമായി തീരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞു, തലമുറകളില്ലാത്തവര് പ്രാർത്ഥിക്കുക. കാരണം ജീവിതത്തിലെ ഒരിക്കലും നിരാശയിലേക്ക് ഞാൻ വലിച്ചെറിയപ്പെടേണ്ടവളായിരുന്നു.
ഇന്നും ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഓർത്ത് ഭാരപ്പെട്ട് ഞാൻ നിരാശയിൽ അമർന്നു പോകേണ്ടവളായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ദിവ്യ സമാധാനവും ദിവ്യമായ ആ ശക്തിയും എന്നിൽ തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിലനിൽക്കുന്നത്. ഇത്രത്തോളം ദൈവം നടത്തി, ഇത്രത്തോളം ദൈവം എന്നെ ഓരോ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കാനുള്ള കൃപയും തന്നു. അതിനാൽ ഞാൻ ദൈവത്തിന് പൂർണ്ണമായിട്ടും എന്റെ ദൈവത്തിന് എല്ലാ നന്മകളും അർപ്പിക്കുകയാണ്. ഇത്രത്തോളം എനിക്ക് സാക്ഷ്യം പറയാനും ദൈവം അനുവദിച്ച സിസ്റ്ററിനും ഞാൻ ദൈവനാമത്തിൽ ഇനി നന്ദി പറയുന്നുണ്ട്. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്റർ പറഞ്ഞല്ലോ, അവിടെ വീട്ടിലൊരു ദേവദാസൻ കടന്നു വന്ന് നമ്പർ തന്നു. നമ്പറിൽ വിളിച്ചു നോക്കിയായിരുന്നോ? നമ്പറിൽ വിളിച്ചു നോക്കിയായിരുന്നു. വിളിച്ചു നോക്കിയപ്പോഴ് അമ്മച്ചിയാണ് ഫോൺ എടുത്തത്. എന്റെ അമ്മയാണ് വിളിക്കുന്നത്. പറഞ്ഞു ഇതുപോലെ അപ്പച്ചൻ ഇവിടെ വന്നിരുന്നു. അപ്പം അപ്പച്ചന് സഞ്ചാരി ഉപദേശിയാണ്. അപ്പച്ചനെ മക്കളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മ അത് എടുക്കാനായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ എന്റെ ഭവനത്തിൽ വന്നു ഈ നമ്പർ തന്നു. അപ്പച്ചൻ പോകുമ്പോഴ് എനിക്കിങ്ങനെ സംശയം വന്നതുകൊണ്ട് അപ്പച്ചൻ വന്നിട്ട് പോയത് എന്നെ സംശയമാണെങ്കിൽ ഇതാ. പക്ഷെ ഇന്നും എന്റെ അമ്മയ്ക്ക് ഏതൊക്കെ ദേഷ്യമാണ് എന്നോടൊക്കെ പറയുന്നത്. കാരണം ഇതൊക്കെ ദൈവം നടത്താറുണ്ട്. എന്ന് വെച്ചാൽ അമ്മയൊക്കെ ഭയങ്കര വിലയേറിയ വിശ്വാസത്തിൽ കണ്ട് അനുഭവിച്ചു വന്നവരാണ്. നമ്മൾ അത്രത്തോളം അന്ന് ആയിട്ടില്ല. അപ്പൊ മനസ്സിനകത്ത് പല പല സംശയങ്ങൾ. പക്ഷെ ആ സംശയത്തിലേക്ക് ദൈവം എനിക്ക് തീർത്തു തന്നു. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പക്ഷെ ചാച്ചനായാലും എന്റെ അമ്മയാണെങ്കിലും എപ്പോഴും പറയും അത് നമ്മളുടെ ആ പ്രായത്തിന്റെയൊക്കെ ആയിരിക്കാം ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ സത്യമാണോ എന്നുള്ളത്. പക്ഷെ അത് സത്യമാണെന്നും അത് ശരിയാണെന്നുള്ളതും ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ്. അതെ, കർത്താവ് നമ്മെ കുറച്ചുകൂടെ ഉറപ്പിക്കാനാണ്. നമ്മുടെ ആ സംശയം മാറ്റി. ദൈവത്തിന്റെ ദാസന്മാർ ഇന്നും ഉണ്ട്, കർത്താവിന്റെ പ്രവൃത്തി ഇന്നും ഉണ്ട് ലോകത്തിൽ. സിസ്റ്റർ പറഞ്ഞ പോലെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ ഇവങ്കൽ കുരുടനായി പിറന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് ഇവങ്കൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണെന്ന് പറഞ്ഞ പോലെ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയത് ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണെന്ന് ഇന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇതുപോലെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ അനുഭവിച്ച് നിരാശകളിലൂടെ മാനസിക നില തെറ്റി തന്നെ കടന്നു പോകുന്നവർ പലപ്പോഴും ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവരിൽ വെളിപ്പെടാനാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് എന്തോ ചെയ്യും, പുറത്തു കൊണ്ടുവരും. ഈ സാക്ഷ്യം അനേകർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. സിസ്റ്റർ എത്രത്തോളം സമയം സിസ്റ്ററിൻ്റെ അനുഭവം ഞങ്ങളോട് ഷെയർ ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ട്. കർത്താവ് പിന്നെയും ഉപയോഗിക്കട്ടെ, അനേകർക്ക് ആശ്വാസമാക്കി തീർക്കട്ടെ. താങ്ക് യു സിസ്റ്ററെ. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവമേ കർത്താവേ, ദൈവമേ ഈ ചാനലിലൂടെ കടന്നു വന്ന അനേകർക്ക് ദൈവമേ ഒരു സാക്ഷ്യം മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവവിളിയാക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അനേകർക്ക് ആത്മീയ വർദ്ധന വരുത്തുവാൻ തക്കവണ്ണം ദൈവവിളിയാക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ദൈവത്തിന്റെ ദിവ്യ സമാധാനം കർത്താവെ അനുഭവിച്ചറിയുവാൻ ദൈവം തന്നതായ ദൈവമേ ധൈര്യത്തിനായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവെ, പലപ്പോഴും നിരാശയിലും ദുഃഖത്തിലും കർത്താവ് രോഗിയായി കർത്താവ് തളർന്നു പോകേണ്ട സ്ഥാനത്ത് എന്റെ അപ്പച്ചനോട് കൂടെ വന്നിരുന്ന എന്നെ ബലപ്പെടുത്തി നടത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഇനി പകൽക്കാലം ആരോഗ്യത്തോടെ ബലത്തോടെ ജീവനുള്ള ദൈവത്തെ ജീവനുള്ള സാക്ഷിയാക്കി അനേകം മധ്യ ദൈവം എന്നെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവമേ എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകർക്ക് കർത്താവെ, ഞാൻ ഈ പറഞ്ഞ സാക്ഷ്യം ഒരു ബലമായി തീരുവാൻ, അവരുടെ ജീവിതത്തിന് പുതുജീവനേകുവാൻ കർത്താവ്, അവരുടേതായ കർത്താവ് കണ്ണുനീരിൽ തുടയ്ക്കുവാൻ കർത്തവണം, അവരെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മധ്യേ, രോഗാവസ്ഥകളുടെ മധ്യേ, തലമുറകളുടെ ജീവിതത്തിന്റെ മധ്യേ കർത്താവ് ഒരു പ്രവൃത്തി വെളിപ്പെടുവാൻ കർത്തവണം ദൈവവിളിയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ കർത്താവെ ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ. ദൈവം അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല കർത്താവെ. എന്റെ ദൈവം ഞങ്ങൾ ഇത്രത്തോളം വഴി നടത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പലപ്പോഴും കർത്താവെ ദൈവമേ വീട് പോകേണ്ട സ്ഥാനത്ത് എന്റെ ദൈവം കർത്താവെ കൂടെ വന്ന് ദൈവമേ അപ്പനെ പോലെ ദൈവമേ എനിക്ക് വഴി ഉപദേശിച്ചു തന്ന് ധൈര്യപ്പെടുത്തി കർത്താവെ, എന്റെ ദൈവം കർത്താവെ ദൈവത്തെ രുചിച്ചറിയുവാൻ ദൈവകാട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുകയാണ് കർത്താവെ. എന്റെ ദൈവമേ കർത്താവെ, കഴിഞ്ഞ നാളുകളെ പറ്റി ഓർക്കുമ്പോൾ കർത്താവെ എന്റെ ദൈവം എത്ര വലിയവനാണെന്ന് കർത്താവ് ഒരിക്കൽ കൂടെ രുചിച്ചറിയുവാൻ അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഹൃദയാല് ഇന്ന് കർത്താവെ എന്നോട് കൂടെ ആയിരുന്ന ദൈവത്തിന്റെ ദാസിയോർത്ത് പ്രാർത്ഥിക്കും, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഇത് കേൾക്കുന്ന അനേകായിരങ്ങൾക്ക് കർത്താവെ ജീവനുള്ള ദൈവം ഇന്നും കർത്താവെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഒരു മറുപടി ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന കർത്താവെ കണ്ണുനീർക്ക് കർത്താവ് ഒരു മറുപടി ഉണ്ടെന്ന് കർത്താവെ ദിവസം അനുഭവിച്ചറിയുവാൻ നടക്കണം ദൈവവിളിയാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. എത്രത്തോളം വഴി നടത്തിയതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന യാചനകളുടെ സ്തോത്രമാണ് മഹത്വം തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.